1920കളുടെ തുടക്കത്തിലെ ഒരു കോഴിക്കോടൻ ഗ്രാമം. വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ വരമ്പിലൂടെ നിലാവിന്റെ വെളിച്ചത്തിൽ നടന്നു നീങ്ങുകയാണ് ഒരു മധ്യവയസ്കൻ. ഓരോ ചൂടുകളും ശ്രദ്ധിച്ചു വെച്ച് വളരെ സൂക്ഷ്മതയോടെയാണ് അയാളുടെ നടത്തം. അയാളുടെ ചുമലിൽ ഒരു കുട്ടിയിരിപ്പുണ്ട്. 6-7 വയസ്സ് കാണും. അവൻ 2 കൈകൊണ്ടും അയാളുടെ കഷണ്ടി തല പിടിച്ചുകൊണ്ട് കാലുകൾ അയാളുടെ തോളുകൾക്ക് ഇരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്നു. ഒരു കഥ പറഞ്ഞു തരുമോ എന്ന് അവൻ്റെ ചോദ്യം. പിന്നെന്താ, പറഞ്ഞു തരാലോ. പക്ഷെ കുട്ടി പേടിക്കൂ. തോളിലിരുന്ന കുഞ്ഞിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചെറിയൊരു ചിരിയോടെ അയാൾ തിരിച്ചു വെച്ചു. എനിക്ക് പേടിയൊന്നുമില്ല എന്നായി അവൻ. മിടുക്കൻ, കുട്ടികളായാൽ അങ്ങനെ വേണം. അയാൾ കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് അങ്ങ് ദൂരെ ഒരു നാട്ടിൽ 7 നിലയുള്ള ഒരു സ്വർണ്ണ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ 7ാം നിലയിൽ മാണിക്കക്കൽ പതിച്ചൊരു വാതിലുണ്ട്. ആ വാതിൽക്കൽ ഒരു രാജകുമാരിയും. കൊട്ടാരം പൊന്നുകൊണ്ടാ? കുട്ടി തൻ്റെ കൗതുകം പ്രകടിപ്പിച്ചു. പിന്നെ അല്ലാതെ, അതിൻ്റെ ചുമരുകളും പടിപ്പുരയും ഒക്കെ പൊന്നുകൊണ്ടാ കുട്ടി. അയാൾ കഥ പറച്ചിൽ തുറന്നു. ആ മധ്യവയസ്കൻ്റെ തോളത്തിരുന്ന് കഥ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണടച്ചപ്പോൾ ആ കുട്ടിക്ക് നിലാവിൽ അതേ പൊന്നിൻ്റെ കൊട്ടാരം കാണാനായി. അയാൾ പറഞ്ഞ പോലെ ആ കൊട്ടാരത്തിൻ്റെ 7ാം നിലയിൽ മാണിക്യം പതിച്ചൊരു വാതിലുണ്ട്. ആ വാതിൽക്കൽ അയാൾ പറഞ്ഞ രാജകുമാരിയും നിൽക്കുന്നുണ്ട്. അവളെ കല്യാണം കഴിക്കണമെങ്കിൽ പക്ഷേ വലിയൊരു പരീക്ഷണത്തിൽ ജയിക്കണം. മാളികയുടെ 7ാം നിലയിൽ നിൽക്കുന്ന അവളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു നാരങ്ങ കൃത്യമായിട്ട് എറിഞ്ഞു കൊള്ളിക്കണം. ഉന്നമെങ്ങാനും പിഴച്ചു പോയാൽ കിങ്കരന്മാരായിട്ടുള്ള കാവൽ ഭൂതങ്ങൾ ശൂലവുമായി വന്ന് എറിയുന്നയാളെ കുത്തി കൊന്നുകളയും. രാജകുമാരിയെ വേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്നെത്തിയ രാജകുമാരന്മാർ പലരും ഇങ്ങനെ ഉന്നം പിഴച്ച് കൊട്ടാരം കാക്കുന്ന 1000 ഭൂതങ്ങളുടെ ശൂലമുനയിൽ കുരുങ്ങി ചോര ചിന്തി പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. കഥ അത്രയും എത്തിയപ്പോൾ തന്നെ കുട്ടിക്ക് കരച്ചിൽ വന്നു. പാവങ്ങൾ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. ഒടുവിൽ ആ രാജകുമാരിയെ വിവാഹം കഴിച്ചത് ആരാ? ഒരു ആട്ടിടയൻ. അയാളെ ഒരു യക്ഷി സഹായിച്ചു. യക്ഷി എന്ന് കേട്ടിട്ടും അവൻ അല്പം പോലും പേടിക്കുന്നില്ല. ഇതിനു മുമ്പും എത്രയെത്ര യക്ഷിക്കഥകൾ അയാൾ തന്നെ അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. യക്ഷി ഒരു സൂചിമുഖി പക്ഷിയായി ഒരു ചെറുനാരങ്ങയുടെ ഉള്ളിൽ ഒളിച്ചു. ആട്ടിടയൻ രാജകുമാരിയുടെ നെഞ്ച് ലക്ഷ്യമാക്കി ആ നാരങ്ങ എടുത്ത് എറിയുകയും ചെയ്തു. കൃത്യം ലക്ഷ്യത്തിൽ തന്നെ അത് ചെന്ന് കൊണ്ടു. ഉന്നമെങ്ങാനും പഴച്ചിരുന്നെങ്കിൽ രാജകുമാരിയുടെ കിങ്കരന്മാരായ 1000 കരിമ്പൂതങ്ങൾ ശൂലങ്ങൾ കൊണ്ട് അവനെ കുത്തിക്കൊല്ലുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇടയൻ്റെ ഉന്നം പിഴച്ചില്ല. അയാൾ ആ രാജകുമാരിയെ കല്യാണം കഴിച്ച് സുഖമായി ആ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. കഥ ഇങ്ങനെയൊരു ശുഭാന്ത്യത്തിലേക്ക് അയാൾ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. ആ കഥയിൽ അവൻ ആട്ടിടയൻ്റെ പക്ഷത്തായിരുന്നു. അതിനു മുമ്പ് മരിച്ചു വീണ രാജകുമാരന്മാരെ പോലെ ആവരുതേ അയാളുടെ ഗതിയെന്ന് അവൻ സ്വകാര്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. മന്ത്രവാദി കുരങ്ങിൻ്റെയും ഭൂതങ്ങളുടെയും നാഗകന്യകയുടെയും ഇട്ടിച്ചിരുതയുടെയും ഒക്കെ ആരും കേൾക്കാത്ത ധാരാളം കഥകൾ ഇയാളുടെ പക്കലുണ്ടായിരുന്നു. തൻ്റെ ചുമലിലിരിക്കുന്ന കുട്ടിക്ക് ആ കഥകൾ പറഞ്ഞു കൊടുത്ത ചുണ്ടത്ത് പാണ്ടുള്ള ഈ മധ്യവയസ്കൻ ഒരു കഥാകൃത്തായിരുന്നില്ല. അയാൾ ചെലവൂരിലെ ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയായിരുന്നു. പേര് ചെറിയക്കൻ. ആ കുട്ടിയുടെ വീട്ടിലെ ബാല്യക്കാരനായിരുന്നു അയാൾ. നിലാവത്ത് പാടവരമ്പിലൂടെയുള്ള യാത്രക്കിടെ അയാളുടെ തോളത്ത് കാലുമാട്ടിയിരുന്ന് കഥ കേട്ട അന്നത്തെ കുട്ടിയാണ് പിൽക്കാലത്ത് ആരെയും വിസ്മയിപ്പിക്കുന്ന വലിയൊരു കഥാപ്രപഞ്ചം സൃഷ്ടിക്കുകയും അറിയാത്ത നാടുകളിലേക്ക് സഞ്ചാരങ്ങൾ നടത്തി അവിടങ്ങളിലെ വിശേഷങ്ങൾ തൻ്റെ യാത്രാ വിവരണങ്ങളിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്ന SK പൊറ്റക്കാട്. കോഴിക്കോട് നഗരത്തിലെ ഒരു സാധാരണ സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിച്ച ശങ്കരൻകുട്ടി എന്ന പയ്യൻ ഗതാഗത സൗകര്യങ്ങൾ തികച്ചും പരിമിതമായിരുന്ന ഒരു കാലത്ത് ലോകം ചുറ്റിക്കാണാൻ നടത്തിയ സാഹസിക യാത്രകളുടെ കഥ. വിശ്വസഞ്ചാരത്തിനിടയ്ക്ക് താൻ കണ്ട നാടുകളെയും മനുഷ്യരെയും സ്വന്തം നാടിൻ്റെ അനുഭവങ്ങളുമായി കൂട്ടിച്ചേർത്തിണക്കി SK പൊറ്റക്കാട്ട് എന്ന എഴുത്തുകാരൻ നടത്തിയ അപൂർവ സുന്ദരങ്ങളായ സാഹിത്യ സൃഷ്ടികളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. കോഴിക്കോട് നഗരത്തിലെ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പൊറ്റക്കാട്ട് വീട്ടിൽ കുഞ്ഞിരാമൻ മാസ്റ്ററുടെയും ഭാര്യ കുട്ടൂലിയുടെയും മകനായിട്ടാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്ന SK പൊറ്റക്കാട്ട് ജനിക്കുന്നത്. ആദ്യ ഭാര്യ ഉമ്മൂലിക്കുട്ടി വിഷജ്വരം ബാധിച്ച് നന്നേ ചെറുപ്പത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ ശേഷം ചെലവൂർ മുണ്ടയോട്ടുചാലിൽ വീട്ടിൽ കുട്ടൂലിയമ്മ എന്ന നവവിധവയെ കുഞ്ഞിരാമൻ മാസ്റ്റർ 2ാമത് വിവാഹം കഴിക്കുകയായിരുന്നു. കുട്ടൂലിയമ്മ പ്രസവിച്ച വാർത്തയും കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയക്കനാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലെത്തിയപ്പോൾ മാസ്റ്റർ കോട്ടും തൊപ്പിയും ധരിച്ച് സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയ്ക്കാണ് പെറ്റത്, അലമ്പൊന്നും ഉണ്ടായില്ല, ആൺകുട്ടിയാണ് എന്ന് ചെറിയക്കൻ അറിയിച്ചപ്പോൾ മാസ്റ്ററുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസം. മാഷ് നേരെ പഞ്ചാംഗം എടുത്തുകൊണ്ടുവന്ന് നിവർത്തി പരിശോധിച്ചു. 1913 മാർച്ച് 14-ാം തീയതി രോഹിണി നക്ഷത്രം. ശുഭവാർത്ത അറിയിച്ച ചെറിയക്കന് മാസ്റ്റർ ഒരു ചക്കരക്കാപ്പി സൽക്കരിച്ച ശേഷം ചിരിച്ചുകൊണ്ട് കോടിമുണ്ടും കാലുറുപ്പികയും സമ്മാനിച്ചു. അമ്മ വീടായിരുന്ന ചെലവൂരിലായിരുന്നു കുഞ്ഞൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ശങ്കരൻകുട്ടിയുടെ കുട്ടിക്കാലം. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മുത്തച്ഛൻ്റെ കൂടെ ചെലവൂരിലേക്കുള്ള യാത്രയും അവിടെയുള്ള മായക്കാഴ്ചകളും ആ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷങ്ങളായിരുന്നു.
ഈ ചെലവൂരിലെ പുഴയുടെ ഒരു വശത്ത് ഒരു ഊക്കൻ കയമുണ്ട്, ആനക്കയം. വൃക്ഷലതാദികൾ വളർന്നു മൂടിക്കെട്ടി ആ കയത്തിൽ ഒരു ഇരുണ്ട ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. കയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കരിമ്പാറയുണ്ട്. അത് കണ്ടപ്പോൾ കുഞ്ഞിന് ഒരു മോഹം തോന്നി. കളിക്കൂട്ടുകാരായ ചന്ദനും കേളനും അപ്പൂട്ടിയും ഒക്കെ നീന്തി തിമിർക്കുകയാണ് കടവിൽ. ഒന്ന് നീന്തിയാൽ എന്താ? കൂട്ടുകാരൊക്കെ തിരികെ പോയിട്ടും കുഞ്ഞൻ കൂടെ ചെന്നില്ല. പുഴയിൽ ഒറ്റയ്ക്കിറങ്ങി ഒന്ന് നീന്തി നോക്കി. പട്ടണത്തിൽ നിന്ന് വന്ന കുഞ്ഞാണ്. നാട്ടിലെ പുഴയിൽ നീന്താൻ നഗരത്തിലെ പരിശീലനം പോരാ എന്ന് അവൻ ഓർത്തില്ല. കുറേ നേരം ലാഘവത്തോടെ നീന്തി. പെട്ടെന്ന് ദേഹത്തിന് ഭാരം അനുഭവപ്പെട്ടു. സമനില കിട്ടുന്നില്ല, മുങ്ങുകയാണ്. വെള്ളം ചുറ്റിനും നാനാവർണ്ണം കലർന്ന് കണ്ടു. കൺമുന്നിൽ 1000 മഴവില്ലുകൾ നൃത്തം ചെയ്യുന്നു. ഭാഗ്യത്തിന് പ്രാണപരവശത്തോടെ നടത്തിയ അവസാനത്തെ കൈകാലിട്ടടിയിൽ പാറയിൽ കാലെത്തി. വെള്ളം അപ്പോഴേക്കും താടിയെല്ലിന്മേൽ മുട്ടി. കുറേ വെള്ളം കുടിക്കുകയും ചെയ്തു. അവന് പെട്ടെന്ന് മരണഭയം പിടികൂടി. കരയിലേക്ക് ആഞ്ഞു കയറി അവൻ ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. ആ കരച്ചിൽ കേട്ടപ്പോൾ ഓടിയെത്തിയത് അവിടെ അടുത്ത പറമ്പിൽ പണിയെടുത്തിരുന്ന ഒരു കിഴവൻ മാപ്പിളയായിരുന്നു. ഇതെങ്ങനെ എവിടെ എത്തിയേ എന്ന മാപ്പിളയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ വീണ്ടും വിരുമ്പി. ഉച്ചത്തിലുള്ള അവൻ്റെ നിലവിളി മറുകരയിൽ കേട്ടപ്പോൾ ചന്ദനും ചെറിയക്കനുമെല്ലാം ആനക്കയം നീന്തി മറുകരയെത്തി അവനെ തോളിലേറ്റി തിരികെ നീന്തി പോരുകയും ചെയ്തു. ഈ കുഞ്ഞിനെ ഇടയ്ക്കിടെ നഗരത്തിലെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് ചെറിയക്കനായിരുന്നു. ചെറിയക്കൻ്റെ കൂടെയുള്ള യാത്രക്കിടയിൽ ഒരുപാട് കഥകൾ അയാളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴും. താൻ കേട്ടുശീലിച്ചതും നാട്ടുമുറകളിൽ പറഞ്ഞു പതിഞ്ഞു പോയതുമായിട്ടുള്ള കഥകൾ കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് ചെറിയക്കൻ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. മാനത്തെ കൊട്ടാരത്തിൻ്റെയും രാജകുമാരിമാരുടെയും യക്ഷികളുടെയും തിളക്കവും മിനുസവുമുള്ള കഥകൾ ചെറിയക്കനിൽ നിന്ന് തികഞ്ഞ കുതൂഹലത്തോടെ തന്നെ ശങ്കരൻകുട്ടി കേൾക്കുമായിരുന്നു. യാത്ര നഗരത്തിലെ വീട്ടിൽ അവസാനിക്കുമ്പോഴും ചെറിയക്കൻ പറഞ്ഞ കഥകളിലെ കഥാപാത്രങ്ങൾ അവൻ്റെ മനസ്സിൽ തുടരും. പിൽക്കാലത്ത് വായനക്കാരെ അവസാനം വരെ പിടിച്ചു നിർത്തുന്ന കഥ പറച്ചിലിൻ്റെ രീതി താൻ സ്വായത്തമാക്കിയത് ഇതേ ചെറിയക്കനിൽ നിന്നാണ് എന്ന് SK പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ചാലപ്പുറം ഗണപത് സ്കൂളിലും സാമൂതിരി സ്കൂളിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ ഗൃഹപാഠം ചെയ്യുന്ന തിരക്കിലായിരുന്നു ശങ്കരൻകുട്ടി. എത്ര നേരം തലമുണ്ടാക്കിയാലും കണക്കുകൾ ഇടഞ്ഞു തന്നെ നിൽക്കും. വഴിക്കണക്കുമായി മല്ലിട്ടുകൊണ്ട് ശങ്കരൻകുട്ടി ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധ വടിയും കുത്തി മന്ദം മന്ദം നടന്നു വരുന്നത്. മുക്കാലും കുരുടിയായ അവരുടെ കയ്യിൽ ഒരു മുഷിഞ്ഞ ലക്കോട്ടും ഒരു വരക്കടലാസും ഉണ്ടായിരുന്നു. വന്നയുടനെ അവർ ആ ലക്കോട്ടും കടലാസും മേശമേൽ സ്ഥാപിച്ചു. ശേഷം നിലത്ത് ഒരൊറ്റ ഇരിപ്പായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മൂക്ക് ചീറ്റിക്കൊണ്ട് അവരൊരു കാര്യം പറഞ്ഞു. മോനെ ഒന്ന് എഴുതി അറിയിക്കൂ ആ നന്ദി കെട്ടോന്. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് പോറ്റി വളർത്തിയ തള്ളയെ അവഗണിച്ച് പട്ടിണിക്കിട്ടുകൊണ്ടിരുന്ന മകന് ഒരു കത്തെഴുതിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. മകന് പട്ടണത്തിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഭാര്യയോടൊപ്പം അവിടെ തന്നെ സുഖമായി കഴിഞ്ഞുകൂടുകയാണ് അവനിപ്പോൾ. ഇപ്പോൾ അവന് സ്വന്തം തള്ളയെ കണ്ടുകൂടാ. ഈ അമ്മയുടെ വേദനയും കഷ്ടപ്പാടും ശങ്കരൻകുട്ടിയുടെ മനസ്സിനെ മതിച്ചു. അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കൊപ്പം സ്വന്തം വകയായ ചില സരസ്വതി വിലാസങ്ങളും കൂടി ചേർത്ത് അയാൾ ഈ മകന് നീണ്ട കത്തുകൾ അയച്ചു. 2-3 കത്തുകൾ കിട്ടിയപ്പോൾ തന്നെ മകൻ ഭാര്യ അറിയാതെ അമ്മയ്ക്ക് രഹസ്യമായി കുറേശ്ശെ പണം മണി ഓർഡറായിട്ട് അയച്ചു തുടങ്ങി. പിന്നീട് ഒരിക്കൽ അവൻ അമ്മയെ തേടി നാട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് കത്തെഴുതി കൊടുത്ത വിദ്വാനെയും അന്വേഷിച്ചു വന്നു. തൻ്റെ കത്തുകളുടെ ഫലസിദ്ധിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ശങ്കരൻകുട്ടിയുടെ അഭിമാനം അന്ന് പരകോടിയിലെത്തി. കുരുടിയായ മുത്തശ്ശിത്തള്ള ചെറുകഥാരചനയിൽ തൻ്റെ ഗുരുനാഥയാണ് എന്ന് SK രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി എഴുതിയ കത്തുകൾ തൻ്റെ ആദ്യത്തെ ചെറുകഥകളാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഥ, കവിത, നോവൽ, യാത്രാവിവരണങ്ങൾ, നാടകം തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് ധാരാളം സംഭാവനകൾ SKയുടേതായിട്ടുണ്ട്. SKയുടെ മൂലകൃതികൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത സുഹൃത്ത് പ്രൊഫസർ P. കൃഷ്ണൻ എഴുതിയ SK പൊറ്റക്കാട് ജീവിതവും കൃതികളും എന്ന പുസ്തകം, അശോകൻ പൊതുപ്പാടി പഠനവും സമാഹരണവും നിർവഹിച്ച SK പൊറ്റക്കാട്ട് ഓർമ്മ, പഠനം, സംഭാഷണം എന്ന പുസ്തകത്തിലെ വിവിധ ലേഖനങ്ങൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച മേക്കേഴ്സ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പരമ്പരയ്ക്ക് വേണ്ടി R. വിശ്വനാഥൻ തയ്യാറാക്കിയ പൊറ്റക്കാട്ട് എന്ന പുസ്തകം, PMV പണിക്കർ എഴുതിയ SK പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം എന്ന പുസ്തകം, ചെലവൂർ വേണു എഴുതിയ കഥ തേടുന്ന സഞ്ചാരി, ജോർജ് ഇരുമ്പയം എഡിറ്റ് ചെയ്ത പൊറ്റക്കാട് വ്യക്തിയും സാഹിത്യകാരനും എന്നീ ഗ്രന്ഥങ്ങളെയാണ് ഈ ലക്കത്തിനു വേണ്ടി പ്രധാനമായും ഞങ്ങൾ ആശ്രയിച്ചിട്ടുള്ളത്. 1928 സാമൂതിരി സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ ശങ്കരൻകുട്ടി എന്ന പേരിൽ എഴുതിയ രാജനീതിയാണ് പൊറ്റക്കാട്ടിൻ്റെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കഥ. കോഴിക്കോട് സാമൂതിരി കോളേജ്, അതായത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ മാസികയിലായിരുന്നു അത് അച്ചടി മഷി പുരണ്ടു വന്നത്. അന്ന് സാമൂതിരി സ്കൂളിൽ 5ാം ഫോറം വിദ്യാർത്ഥിയായിരുന്ന ശങ്കരൻകുട്ടിയുടെ ഈ ആദ്യത്തെ കഥാസാഹിത്യ സൃഷ്ടിയെ പുകഴ്ത്തിക്കൊണ്ട് ഹൈസ്കൂളിലെ സംസ്കൃതാധ്യാപകനായിരുന്ന കവി മണി KC കുട്ടിയപ്പ നമ്പ്യാർ അന്ന് ക്ലാസ്സിൽ സംസാരിച്ചത് അവന് ആവേശകരമായൊരു പ്രോത്സാഹനമായിരുന്നു. സ്കൂളിലും പിന്നീട് കോളേജിലും സംസ്കൃതം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കാൻ അച്ഛൻ നിർബന്ധിച്ചത് ശങ്കരൻകുട്ടിക്ക് പിൽക്കാലത്ത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. 1929 ശങ്കരൻകുട്ടി SSLC പാസ്സാവുന്നു. മകനെ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ച് ഒരു BA കാരനാക്കാനായിരുന്നു അച്ഛൻ്റെ മോഹം. അങ്ങനെ സാമൂതിരി കോളേജിൽ അവൻ അടുത്ത 3 കൊല്ലക്കാലം ഇൻ്റർമീഡിയറ്റിന് പഠിച്ചു. കോളേജിൽ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വന്ന മഹാകവി വള്ളത്തോളായിരുന്നു ഒരു കവിയാകണമെന്ന ശങ്കരൻകുട്ടിയുടെ ഗൂഢമോഹത്തെ ആദ്യമായി ഒന്ന് ഊതി വീർപ്പിച്ചത്.
തൻ്റെ പ്രസംഗത്തിൽ മഹാകവി ആകാശത്തിൽ പാറുന്ന മേഘങ്ങളെപ്പറ്റി ആരോ വെള്ളക്കടലാസ് വലിച്ചു കീറി എറിഞ്ഞ പോലെ എന്നൊരു ഉപമ പറഞ്ഞത് സഹൃദയനായ കുട്ടിക്കവിയെ അത്യധികം രസിപ്പിച്ചു. 1930 ഫെബ്രുവരി മാസത്തിൽ ദീപം മാസികയിൽ അച്ചടിച്ചു വന്ന ഹിന്ദു മുസ്ലിം മൈത്രിയാണ് ആനുകാലികത്തിൽ അച്ചടിച്ചു വന്ന പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ കഥ. 1921 മലബാർ കലാപകാലത്ത് നേരിൽ കണ്ട ചില സംഭവങ്ങളായിരുന്നു ആ കഥയുടെ ഉള്ളടക്കം. ഈയൊരു കഥയോടെ SKയുടെ കഥാരചനയിൽ ഒരു നവോന്മേഷം കൈവരുന്നു. അതിനുശേഷം K. ദാമോദരൻ്റെ കഥാമാലികയിൽ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ കഥകൾ അച്ചടിച്ചു വന്നു തുടങ്ങി. കഥകളും കവിതകളും തുടരെ ഇങ്ങനെ എഴുതാൻ മറ്റൊരു പ്രേരണ കൂടി ഉണ്ടായിരുന്നു അക്കാലത്ത് ശങ്കരൻകുട്ടിക്ക്. 1-2 യുവതികളോട് അല്പമൊന്ന് അടുക്കാനും പ്രേമമാധുര്യം നുകരാനും അന്ന് അദ്ദേഹത്തിന് തരമൊത്തു. അതൊരു കാവ്യാനുഭൂതി കൂടിയായിരുന്നു. കാൽപ്പനികമായ സ്വപ്നങ്ങൾ കവിതകളിൽ നിറഞ്ഞു. കഥകളിലാകട്ടെ ചുറ്റിലും പരിചയിച്ച മനുഷ്യരും സംഭവങ്ങളും. ഇതിനിടയ്ക്ക് ശങ്കരൻകുട്ടി 1932 ഇൻ്റർമീഡിയറ്റ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നുണ്ട് എങ്കിലും പരാജയപ്പെട്ടു പോകുന്നു. സെപ്റ്റംബറിൽ അടുത്ത അവസരത്തിൽ വീണ്ടും ശ്രമിച്ചു. പക്ഷേ ഗണിതശാസ്ത്ര വിഷയങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. ഇതിനിടയ്ക്ക് ശങ്കരൻകുട്ടി ചുമ്മാ മനോരാജ്യം കണ്ടിരുന്ന് നേരം കൊല്ലുന്നതും പ്രേമകവിതകൾ എഴുതുന്നതുമൊക്കെ അവൻ്റെ അച്ഛൻ്റെ കണ്ണിൽപ്പെട്ടു. ഇൻ്റർമീഡിയറ്റ് പരീക്ഷയ്ക്ക് 3ാമതും പണമടച്ചെങ്കിലും മകൻ പഠിപ്പിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട അച്ഛൻ ഒരു ദിവസം മെല്ലെ മകൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ കഥയും കവിതയും ലേഖനവും ഒക്കെയായി കുറേയധികം കടലാസിൽ കുനുകുന കുറിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം മകനെ ഭീഷണിപ്പെടുത്തി. നിന്റെ ഈ ചവരെല്ലാം കൂടി ഞാൻ ഇന്ന് തീയിലിട്ട് ചുട്ടുകളയും എന്ന് അദ്ദേഹം പറഞ്ഞു. 1933 സെപ്റ്റംബർ 17 ഉറക്കം വരാത്ത ആ നോവ് തന്ന രാവിൽ ശങ്കരൻകുട്ടി തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: അച്ഛനെൻ്റെ എഴുത്തുകൾ നശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ അമൂല്യ നിധികൾ നഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തിന് ജീവിക്കണം? ശങ്കരൻകുട്ടി പരീക്ഷകളെ ഭയപ്പെട്ടുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അത്. 1933 മാർച്ച് മാസത്തിൽ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഈയിടെയായി ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതൻ ഞാനായിരിക്കും. എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒന്നും സുഖമില്ല. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ പര്യടനം നടത്താൻ എൻ്റെ മനസ്സിൽ കൊതി തോന്നുന്നുണ്ട്. സിനിമയുടെ കല പഠിക്കാനും എനിക്ക് ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച സിനിമാ ഹാളിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. സന്തോഷവും പ്രസിദ്ധിയും ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടും നേടാൻ കഴിയുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. എത്ര കാലം ഞാനതിനെ കാത്തു നിൽക്കണമെന്ന് പറയാൻ വയ്യ എന്നാണ് ആ ഡയറി കുറിപ്പുകൾ അദ്ദേഹം എഴുതി നിർത്തുന്നത്. അന്നത്തെ ആ കൗമാരക്കാരൻ്റെ വാക്കുകൾ അച്ചട്ടാവുന്നതിന് പിന്നീട് കാലം സാക്ഷ്യം വഹിക്കും. 1934 SKയുടെ ഒരു കഥ ആദ്യമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നു. അതേ വർഷം തന്നെ മറുനാടുകൾ കാണാനും അതിനുതകുന്ന ഒരു ഉദ്യോഗം നേടാനുമായി ടൈപ്പ് റൈറ്റിംഗ് ഹയർ പരീക്ഷാ സർട്ടിഫിക്കറ്റും വീട്ടിൽ നിന്ന് അമ്മയുടെ സ്വർണ്ണാഭരണം എടുത്ത് വിറ്റ് തരപ്പെടുത്തിയ 60 ഉറുപ്പികയുമായി അദ്ദേഹം നാട് വിട്ടുപോകുന്നു. തീവണ്ടിയിൽ മംഗലാപുരം വരെ എത്തുകയും അവിടെ നിന്ന് കടൽ മാർഗം ബോംബെക്ക് പോവുകയുമായിരുന്നു. ബോംബെയിലെ ഫ്രയർ റോഡിലെ മലബാർ ഹോട്ടലിൽ താമസമാക്കി അന്ന് ശങ്കരൻകുട്ടി. ഒരു മാസത്തെ മെസ് ചാർജ് അടക്കം 25 രൂപ അന്ന് അയാൾ ഹോട്ടൽ മാനേജറെ മുൻകൂർ ഏൽപ്പിച്ചു. ഈ 1934 കാലമെന്ന് പറയുന്നത് ബോംബെയിൽ പൊതുവെ സാമ്പത്തിക മാന്ദ്യമുള്ള കാലമായിരുന്നു. എങ്കിലും ശുഭാപ്തിവിശ്വാസം കൈവിടാതെ അദ്ദേഹം പല ഓഫീസുകളുടെ പടികളും കയറി ഇറങ്ങി. ഒരു ദിവസം തെരുവിൽ വെച്ച് ഒരു മറാഠി സുഹൃത്തിനെ കണ്ടുമുട്ടി. അയാൾ ഒരു റെയിൽവേ മെക്കാനിക്കായിരുന്നു. ജ്യേഷ്ഠൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എന്നും താനൊരു ജോലി റെയിൽവേയിൽ തരപ്പെടുത്തി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ SK വിശ്വസിച്ചു പോയി. ഒരു ചെറിയ തുകയ്ക്ക് തൻ്റെ കൂടെ തന്നെ താമസ സൗകര്യം കൂടി ഏർപ്പെടുത്താൻ അയാൾ തയ്യാറായപ്പോൾ നേരത്തെ ഹോട്ടൽ മാനേജർക്ക് കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു വാങ്ങി SK ഈ മറാഠിയുടെ ഒപ്പം പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പായങ്ങൾ നിറച്ച ട്രങ്ക് പെട്ടി സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ തൽക്കാലത്തേക്ക് വെച്ച് പിന്നാലെ ചെന്ന അദ്ദേഹത്തെ ആ മറാഠി ക്രോഫർഡ് മാർക്കറ്റിൻ്റെ പല തെരുവുകളിലൂടെയും നടത്തിച്ചു. പിന്നാലെ SKയും എങ്ങോട്ടൊന്നില്ലാതെ നടന്നു ചെന്നു. ഒടുവിൽ അവരെത്തിച്ചേർന്നത് ഒരു ഇരുളടഞ്ഞ ഗലിയിലേക്കായിരുന്നു. തുറന്ന ഓടയിൽ നിന്ന് പുറപ്പെടുന്ന വളരെ അളിഞ്ഞ നാറ്റം. അവിടെ എത്തിയതും പെട്ടെന്ന് ഈ സുഹൃത്തിൻ്റെ ഭാവം മാറി. അയാൾ SKയെ പിടിച്ചു നിർത്തി തികഞ്ഞ പരുഷ സ്വരത്തിൽ ആജ്ഞാപിച്ചു: മര്യാദയ്ക്ക് ആ പേഴ്സ് ഇങ്ങോട്ടെടുക്ക്. അങ്ങനെ പേഴ്സ് തട്ടിയെടുത്തതിൻ്റെ അടുത്ത നിമിഷം അയാൾ അതും കൊണ്ട് ഇരുണ്ട ഗലിക്കുള്ളിലേക്ക് ഓടി മറഞ്ഞു. ഇടിവെട്ടൊരു മരം പോലെ കുറേ നേരം അറിയാതെ അവിടെ നിന്നുപോയി SK. കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ. കുറച്ചു നേരം അങ്ങനെ നിന്നൊടുവിൽ സ്വല്പം ഒരു ഉണർവ് കിട്ടിയപ്പോൾ മൂലയിൽ ഒരു ബോർഡിൽ കണ്ട സ്ഥലപ്പേര് അദ്ദേഹം വായിച്ചു: കാമാത്തിപുര, സ്ട്രീറ്റ് നമ്പർ 13. സർട്ടിഫിക്കറ്റുകൾ കോട്ടിൻ്റെ കീശയിലായിരുന്നത് കൊണ്ട് മാത്രം അത് നഷ്ടപ്പെട്ടില്ല. ട്രങ്ക് പെട്ടി വെച്ച ക്ലോക്ക് റൂമിൻ്റെ രസീതി പേഴ്സിലായിരുന്നത് കൊണ്ട് അത് നഷ്ടമായി. ആ പെട്ടിക്കുള്ളിൽ SKയുടെ കുപ്പായങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, പുതിയ കുറേ വർക്കുകളുടെ കയ്യെഴുത്തു പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് നഷ്ടപ്പെട്ട കയ്യെഴുത്തു പ്രതികളുടെ കൂട്ടത്തിൽ ഇടിമുഴക്കം എന്ന നോവലിൻ്റെ ആദ്യത്തെ കയ്യെഴുത്തു പ്രതിയും കാണും. എന്തായാലും കാമോത്തിപുര ഭാഗത്തുനിന്ന് വല്ലവിധേനയും ആദ്യം താമസിച്ച ഹോട്ടലിൽ എത്തിപ്പെടുന്ന SK ഹോട്ടലുകാരുടെ കാരുണ്യം കൊണ്ട് നാട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു. മലബാർ ഹോട്ടലിൻ്റെ ഒരു മൂലക്കിട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് SK സമയം കഴിച്ചു കൂട്ടി. വിശപ്പും ക്ഷീണവും കൊണ്ട് അറിയാതെ ഒന്ന് മയങ്ങിയപ്പോൾ മാനേജർ വന്ന് തട്ടി വിളിച്ചു. ഉണർന്നു നോക്കിയ SKയോട് അയാൾ പറഞ്ഞു: മണി ഓർഡറുമായി ശിപായി കാത്തിരിക്കുന്നു. സ്നേഹനിധിയായിട്ടുള്ള അച്ഛൻ അയച്ച 100 രൂപയുടെ മണി ഓർഡറാണത്.
നടന്ന വിവരത്തിന് വീട്ടിലേക്ക് കമ്പിയടിച്ച് അടുത്ത നിമിഷം തന്നെ തിരികെ 100 രൂപ അയച്ചതെന്ന് തന്നെ സഹായിച്ച അച്ഛനെ ഓർത്തപ്പോൾ ശങ്കരൻകുട്ടി അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. എന്തായാലും ആദ്യത്തെ ഈ ബോംബെ വാസം അധികം നാൾ നീണ്ടു നിന്നില്ല. തിരികെ കോഴിക്കോട്ടേക്ക് തന്നെ മടങ്ങുന്ന എസ് കെ 1936 കോഴിക്കോട്ടെ ഗുജറാത്തി സ്കൂളിൽ ഒരു അധ്യാപകനായി ചേരുന്നു. ഇക്കാലത്താണ് ആദ്യ പുസ്തകമായിട്ടുള്ള പ്രഭാതകാന്തി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1937 അന്നത്തെ പ്രശസ്തരായിട്ടുള്ള 3 ദേശീയ നേതാക്കൾ പി കൃഷ്ണപിള്ള, EMS, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവരുമായി എസ് കെ പരിചയപ്പെടാൻ ഇടയായി. അത് പൊറ്റക്കാടിൻ്റെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്കാണ് വഴിതിരിച്ചു വിട്ടത്. അതിന് കൃത്യം 7 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉപ്പ് കുറുക്കുന്നതിനും അതിനെതിരായി പോലീസ് നടത്തിയ ഭീകരമായ മർദ്ദനങ്ങൾക്കുമൊക്കെ എസ് കെ സാക്ഷിയായിരുന്നു. ആജാനുബാഹുവായ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ കഴുത്തിൽ 2 പോലീസുകാർ ലാത്തി കൊണ്ട് മുറുക്കുന്നത് അന്ന് അദ്ദേഹം നേരിട്ട് കണ്ടു. അന്ന് ആ പോലീസ് ഭീകരന്മാരുടെ പരാക്രമങ്ങൾ പരാജയപ്പെട്ടു പോയത് ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന സഖാവ് കൃഷ്ണപിള്ളയുടെ മുന്നിൽ മാത്രമാണ്. തല്ലും ചവിട്ടും തെല്ലും കൂസാതെ കൃഷ്ണപിള്ള പാവനമായ ദേശീയ പതാകയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീരോടെ ചെറുത്തു എന്ന ദൃശ്യം അന്ന് യുവാവായ എസ് കെ പൊറ്റക്കാടിനെ വല്ലാതെ കോരിത്തെരിപ്പിച്ചിരുന്നു. ഒടുവിൽ അന്ന് ദേശീയ പതാകയോടെ തന്നെ കൃഷ്ണപിള്ളയെ പോലീസിന് തൂക്കിയെടുത്ത് വണ്ടിയിലിടേണ്ടി വന്നതും 17കാരനായിട്ടുള്ള എസ് കെയിൽ മറക്കാനാവാത്ത ദൃശ്യമായി പതിഞ്ഞു പോയിരുന്നു. ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന മരണത്തെ മുന്നിൽ കണ്ടിട്ടും ഭയരഹിതമായും നിശ്ചയദാർഢ്യത്തോടെയും പോരാട്ടം തുടരുന്ന സ്വാതന്ത്ര്യസമര പോരാളികളോട് വല്ലാത്തൊരു അനുഭാവം തന്നെ അന്ന് എസ് കെയിലുണ്ടായി. അവരെ നേരിൽ പരിചയപ്പെടാനുണ്ടായ അവസരം, പിന്നീട് അവരോടുണ്ടായ അടുപ്പം, ഇത് രണ്ടും എസ് കെയെ ഒരു കോൺഗ്രസ് അനുഭാവിയാക്കി മാറ്റി. തുടർന്നുള്ള നാളുകളിൽ പ്രഭാതം, നവജീവൻ, മാതൃഭൂമി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വക്കം അബ്ദുൽ ഖാദർ, എഴുത്തുകാരൻ സഞ്ജയൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ എസ് കെ പരിചയപ്പെടുന്നത് ഇക്കാലത്താണ്. കോൺഗ്രസ് പാർട്ടിയോട് അക്കാലത്തുണ്ടായ അനുഭാവം 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എസ് കെയെ താല്പര്യപ്പെടുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായിട്ടുള്ള സമ്മേളനമായിരുന്നു ത്രിപുരി സമ്മേളനം. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ ആശയപരമായ സംഘടന നടന്ന വേദി. ഒടുവിൽ മത്സരം പട്ടാഭി സീതാരാമയ്യയും ബോസും തമ്മിൽ. പട്ടാഭിയുടെ പരാജയം എൻ്റെ പരാജയമെന്ന് മഹാത്മജി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ ഇടതുപക്ഷക്കാരോടായിരുന്നു ആ സമ്മേളനത്തിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് എസ് കെ പൊറ്റക്കാടിന് ചായ്വ്. അന്ന് എസ് കെ കോഴിക്കോട് ഗുജറാത്തി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി നോക്കുന്ന കാലമാണ്. അന്ന് കോൺഗ്രസ് സമ്മേളനത്തിന് ത്രിപുരയ്ക്ക് പോകാൻ വേണ്ടി അന്നത്തെ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ശ്യാംജി സുന്ദർദാസ് സേട്ടുവിനോട് എസ് കെ നേരത്തെ കൂട്ടി 2 ആഴ്ചത്തെ ലീവിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അത് അനുവദിക്കാനാവില്ല എന്ന് സേട്ടു പറയുന്നത് അവസാന നിമിഷമാണ്. അപ്പോഴേക്കും സമ്മേളനത്തിൽ സംബന്ധിക്കാനുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രതിനിധികൾ ബാച്ചായി ജബൽപൂരിലേക്കുള്ള വണ്ടി കയറി തുടങ്ങിയിരുന്നു. സേട്ടു ചോദിച്ച ലീവ് കൊടുക്കാറുന്നതുകൊണ്ട് ആ ജോലി പുഷ്പം പോലെ രാജിവെച്ചിറങ്ങിയാണ് എസ് കെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട അവസാന ബാച്ചിൻ്റെ കൂടെ ഈ സമ്മേളനത്തിലേക്ക് പോകുന്നത്. ത്രിപുരി സമ്മേളനത്തിൽ ആദ്യന്തം പങ്കെടുക്കാൻ കഴിഞ്ഞത് ആവേശകരമായ ഒരു അനുഭവമായിരുന്നു എസ് കെക്ക്. ത്രിപുരയിലെ ക്യാമ്പുകളിലെ താമസവും നദിയിലെ കുളിയും കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭാരതീയരെ ഒരൊറ്റ പന്തലിന് ചൂട്ടിൽ കാണാൻ സാധിച്ചതുമൊക്കെ അവിസ്മരണീയമായ അനുഭവങ്ങളായി. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു ജനതയുടെ നഖചിത്രം അന്ന് അദ്ദേഹത്തിന് അവിടെ ദർശിക്കാൻ കഴിഞ്ഞു. അപ്പോൾ രോഗഗ്രസ്തനായിരുന്ന സുഭാഷ് ചന്ദ്രബോസിനെ അന്ന് ഒരു സ്ട്രെച്ചറിൽ കിടത്തിയാണ് ഈ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് സമ്മേളനം എന്ന് പറഞ്ഞു വന്ന എസ് കെ നാടും ചുറ്റിക്കറങ്ങി കണ്ടിട്ടാണ് പോകുന്നത്. അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായ ഭീലുകളുടെ കുടിലുകൾ കാണാൻ കുന്നുകൾ കയറി ചുറ്റിക്കറങ്ങി. നർമ്മദാ നദിയിൽ നിലാവ് ഘനീഭവിച്ചു പോലെ കിടക്കുന്ന വെണ്ണക്കൽ പാറക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ അന്ന് അദ്ദേഹം തോണി യാത്ര നടത്തി. പല വടക്കേന്ത്യൻ സാഹിത്യകാരന്മാരെയും അന്ന് അദ്ദേഹം അവിടെ വെച്ച് നേരിൽ പരിചയപ്പെട്ടു. ഒടുവിൽ സമ്മേളനം കഴിഞ്ഞ് ത്രിപുരയിൽ നിന്ന് പ്രതിനിധികൾ ഒന്നൊന്നായി തിരികെ പോയി തുടങ്ങി. കേരളത്തിൽ നിന്ന് വന്നവർ ഓരോരുത്തരായി മടങ്ങിയിട്ടും എസ് കെ നാട്ടിലേക്ക് തിരികെ പോയില്ല. അദ്ദേഹം പിന്നെ നേരെ പോയത് ബോംബെക്കാണ്. ബോംബെയിൽ തങ്ങി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് കപ്പൽ കയറുക എന്നൊരു ഗൂഢോദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ബോംബെ CID പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായ കോമ്രേഡ് AKGയെ കണ്ടുമുട്ടിയത് പൊറ്റക്കാടിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന ഏടിലേക്കുള്ള വഴി തുറക്കുന്നു. ബോംബെയിലെത്തിയപ്പോൾ താമസിക്കാൻ ആദ്യമായി സൗകര്യം കിട്ടിയത് തലശ്ശേരിക്കാരൻ ഡെന്റൽ മെക്കാനിക്ക് കാരായി ഗോപാലൻ എന്നൊരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് അനുഭാവിയുടെ ദാദറിലെ ഒരു ഫ്ലാറ്റിലാണ്. വൈകുന്നേരങ്ങളിൽ എസ് കെ ബോംബെ പോർട്ട് പരിസരങ്ങളിലും ബല്ലാഡ് പിയറിലുമൊക്കെ കറങ്ങി നടക്കും. ഡോക്കുകളിൽ ബർത്ത് ചെയ്തിരിക്കുന്ന വിദേശ കപ്പലുകളെ കൗതുകത്തോടെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. കൊയോട്ടോ മാരു, SS ആംസ്റ്റർഡാം എന്നിങ്ങനെ പല കപ്പലുകളും വിദേശ രാഷ്ട്രങ്ങളുടെ കൊടികൾ പറപ്പിച്ചുകൊണ്ട് അങ്ങുമിങ്ങും നങ്കൂരമിട്ട് നിൽപ്പുണ്ടാവും ആ പോർട്ടിലപ്പോൾ. അടുത്ത ദിവസങ്ങളിലൊന്നിൽ ചരക്കുകളും ആളുകളെയും കയറ്റി പുക പറപ്പിച്ചുകൊണ്ട് തുറമുഖം വിട്ട് പിന്നീട് നീലസമുദ്രങ്ങളിലൂടെ ജപ്പാനിലേക്കോ സ്കാൻഡിനേവിയൻ നാടുകളിലേക്കോ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലേക്കോ ഒക്കെ തിരിക്കാനിരിക്കുന്ന ആ കപ്പലുകളെ നോക്കി അദ്ദേഹം പല പകൽക്കിനാവുകളും നെയ്തുകൂട്ടും. ആ കപ്പലുകളിൽ ഒന്നിൽ കയറിക്കൂടി വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചെന്നു പറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം നെടുവീർപ്പിടും. ചില കപ്പലുകളിൽ യാത്രയുടെ കാലത്തേക്ക് മാത്രം ക്ലർക്കുമാരെയും മറ്റു ചില ജോലിക്കാരെയും ഒക്കെ എടുക്കുന്ന പതിവുണ്ടായിരുന്നു.
ക്യാപ്റ്റന്റെ മനോവിലാസം പോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഒരാളായി ഏതെങ്കിലും ഒരു ചരക്കപ്പലിൽ ജോലിക്ക് ചേർന്ന് യൂറോപ്പിലോ അമേരിക്കയിലോ എത്തുമ്പോൾ പുറത്തു ചാടാമെന്നൊരു ഗൂഢപദ്ധതി പോലും അദ്ദേഹം അക്കാലത്ത് ആസൂത്രണം ചെയ്തിരുന്നു. യാത്രകളോടുള്ള അടങ്ങാത്ത ഭ്രമം മൂത്ത് ഇങ്ങനെ പലവിധ പ്ലാനുകളുമായിട്ട് കാരായി ഗോപാലൻ്റെ ഫ്ലാറ്റിൽ അന്തേവാസിയായിട്ട് കഴിഞ്ഞുകൂടുമ്പോഴാണ് ഒരു ദിവസം സഖാവ് AKG ആ ഫ്ലാറ്റിലേക്ക് കടന്നു വരുന്നത്. കോഴിക്കോട്ടെ സ്വാതന്ത്ര്യസമര രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ദൃഢമായൊരു സൗഹൃദ ബന്ധം രൂപപ്പെട്ടിരുന്നു. സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പ്രഭാതം പത്രത്തിൽ SK എഴുതിയ കവിതകൾ അക്കാലത്ത് സമര സഖാക്കളെ ആവേശം കൊള്ളിച്ചിരുന്നു. പ്രഭാതം പത്രത്തിന് പണം പിരിക്കാൻ വേണ്ടി സിംഗപ്പൂർ, റങ്കൂൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തിയ അവസരത്തിൽ സിംഗപ്പൂർ മലയാളികൾ മുൻകൈയെടുത്ത് നടത്താൻ പോകുന്ന മലയാള പത്രത്തിന് പ്രാപ്തനായിട്ടുള്ളൊരു പത്രാധിപരെ ആവശ്യമുണ്ട് എന്നും അതിനുപറ്റി ഒരാളെ കണ്ടെത്തി തരണമെന്നും AKGയോട് ഈ പത്രത്തിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം അറിഞ്ഞപ്പോൾ AKGയുടെ മനസ്സിലേക്ക് ആദ്യം വന്ന പേര് SK പൊറ്റക്കാടിൻ്റെതായിരുന്നു. SK ബോംബെയിലുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും എവിടെയാണെന്ന് കൃത്യമായ അറിവ് AKGക്ക് ഉണ്ടായിരുന്നില്ല. സിംഗപ്പൂർ, റങ്കൂൺ തുടങ്ങിയ ഇടങ്ങളിലെ പര്യടനം കഴിഞ്ഞ് AICC സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ വാർധയിലെത്തി അവിടെ നിന്ന് രഹസ്യമായിട്ട് ബോംബെക്ക് വന്നതായിരുന്നു AKG. ബോംബെ CD പോലീസിൻ്റെ നോട്ടം AKGയുടെ നേർക്ക് നീങ്ങി തുടങ്ങിയ കാലമായിരുന്നു അത്. തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറയും പോലെ ആ ഫ്ലാറ്റിൽ വെച്ച് SKയെ അദ്ദേഹം കണ്ടുമുട്ടുകയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പൊറ്റക്കാട് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പൊറ്റക്കാടിനെ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് കണ്ടപ്പോൾ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി AKG പറഞ്ഞു, എൻ്റെ പൊറ്റക്കാട്, കോഴിക്കോട്ടെത്തിയാൽ ഉടനെ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്ന പോലെ ഇവിടെ ബോംബെയിൽ എത്തിയിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് SK തിരക്കി. കാര്യം പറയാം, പക്ഷേ നിങ്ങൾ മുടക്കമൊന്നും പറയരുത്. എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരിലെ മലയാളികൾ ഒരു പത്രം തുടങ്ങുന്നു, ഒരു മലയാള പത്രം. അവർക്ക് അതിൻ്റെ പത്രാധിപരായി കേരളത്തിൽ നിന്ന് ഒരാളെ കിട്ടണം. എന്നോട് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേരാണ് തോന്നിയത്. അവർക്കും അത് വളരെ ഇഷ്ടമായി. നാട്ടിലെത്തിയ ഉടനെ പൊറ്റക്കാടിനെ കണ്ട് കാര്യം സ്ഥിരപ്പെടുത്താമെന്ന് ഏറ്റുകൊണ്ടാണ് ഞാൻ സിംഗപ്പൂർ വിട്ടത്. നിങ്ങൾ എന്തു പറയുന്നു? ഇത്രയും കേട്ടപ്പോഴേക്കും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നെന്ന മാനസികാവസ്ഥയിൽ എത്തിയിരുന്നു SK. എന്നാൽ തൻ്റെ മോഹാവേശം തെല്ലും പുറത്തു കാണിക്കാതെ ഒന്ന് നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി തന്നാൽ പോരെ എന്നാണ് അദ്ദേഹം അപ്പോൾ പറയുന്നത്. എന്താണ് ഇത്ര ആലോചിക്കാൻ? സിംഗപ്പൂർ മലയാളികൾ പണക്കാരാണ് എന്നറിയാമല്ലോ. അവർ നല്ല ശമ്പളം തരും, സ്വതന്ത്രമായ ജോലി, പിന്നെ സിംഗപ്പൂരിലെ സുഖജീവിതവും. എന്താണ് ഇത്ര ആലോചിക്കാൻ എന്നായി AKGയുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പൊറ്റക്കാടിനായിരുന്നില്ല. എന്നാൽ ഇന്ന് തന്നെ അവർക്കൊരു കത്ത് എഴുതണം. കത്ത് എയർമെയിലിൽ തന്നെ അയക്കണം. എന്നെ കണ്ടതും സിംഗപ്പൂരിൽ മലയാള പത്രത്തിൻ്റെ എഡിറ്റർ അയക്കാൻ സമ്മതമാണ് എന്ന കാര്യവും ഈ കത്തിൽ പ്രത്യേകം എഴുതണം. നിങ്ങളുടെ കത്ത് അവിടെ കിട്ടിയാൽ ഉടനെ അവർ യാത്രാ ചെലവിനും മറ്റുമുള്ള പണം കമ്പനി മണി ഓർഡറായി തന്നെ അയച്ചു തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് AKGയുടെ ഡയറി തുറന്ന് അതിൽ നിന്ന് സിംഗപ്പൂർ മലയാള സുഹൃത്തിൻ്റെ അഡ്രസ്സ് കുറിച്ചു കൊടുക്കുകയും ചെയ്തു. മടങ്ങിപ്പോകുന്നതിനും അദ്ദേഹം പൊറ്റക്കാടിനോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, സിംഗപ്പൂർ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കോളൂ. എന്തായാലും SK അന്ന് തന്നെ AKG പറഞ്ഞ പോലെ ഒരു കത്ത് തയ്യാറാക്കി. ലെറ്റർ ബോക്സുകളിൽ വിശ്വാസം കുറവായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് കത്തെഴുതി കവറിലാക്കി മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ തന്നെ പോയി സ്വയം പോസ്റ്റ് ചെയ്താലേ SKക്ക് സ്വസ്ഥത കിട്ടിയിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ ബോംബെ GPOയിലെത്തി എൻക്വയറിയിൽ ചെന്ന് കത്തിൻ്റെ തൂക്കം നോക്കി സിംഗപ്പൂരിലേക്കുള്ള എയർമെയിൽ ചാർജ് അന്വേഷിച്ച് കൃത്യം സ്റ്റാമ്പ് വാങ്ങി ഒട്ടിച്ച് ഭദ്രമായി പോസ്റ്റ് ചെയ്ത ശേഷം വലിയ സംതൃപ്തിയോടും ആശ്വാസത്തോടും കൂടി സിംഗപ്പൂർ സ്വപ്നങ്ങളോടെ സ്വന്തം താമസ സ്ഥലത്തേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു. പുതിയ സൂട്ട് കേസ് വാങ്ങി അതുവരെയുള്ള തന്നെ സാഹിത്യ സൃഷ്ടികളും ഭാവിയിൽ എഴുതാനുള്ളവരുടെ കുറിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ബുക്കുകളും ഡയറികളുമൊക്കെ അതിൽ സൂക്ഷിച്ചു വെച്ച് യാത്രയ്ക്ക് തയ്യാറായി. സിംഗപ്പൂരിൽ പത്രാധിപരായി കൂടി സാഹിത്യരചന തുടരാം, വിദേശങ്ങളിലെ പുതിയ അനുഭവങ്ങളുടെ ചൂടും വെളിച്ചവും സാഹിത്യരചനയ്ക്ക് വീര്യം പകരും, അതിനേക്കാളൊക്കെ ഉപരിയായി ആ രാജ്യം മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണാം എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ മുഴുകി സിംഗപ്പൂരിൽ നിന്നുള്ള വിളിയും കാത്ത് അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ തള്ളി നീക്കി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും സിംഗപ്പൂരിൽ നിന്നുള്ള മണി ഓർഡറോ കമ്പിയോ ഒന്നും വന്നു കണ്ടില്ല. 2 ആഴ്ച കഴിഞ്ഞു, ഒരു വിവരവുമില്ല, ഒരു കത്ത് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ആഴ്ചകൾ 3 കഴിഞ്ഞതോടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു തുടങ്ങിയ SK 1 മാസം പിന്നിട്ടതോടെ ആകെ നിരാശനായി. സിംഗപ്പൂരിലേക്ക് ഒരു റിമൈൻഡർ അയച്ചാലോ എന്ന് തോന്നാതിരുന്നില്ല. പിന്നെ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. അവർക്കെന്നെ ആവശ്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ പറ്റിയ ഒരാളെ അവിടെ നിന്ന് തന്നെ തരപ്പെടുത്തിയിട്ടുണ്ടാവാം. പത്രം തുടങ്ങുന്ന കാര്യം നീട്ടിവെച്ചു എന്നും വരാം, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചു എന്ന് തന്നെയും വരാമല്ലോ. ഞാനുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ ഇത്. അതിനാൽ തന്നെ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രശ്നവും ഉദിക്കുന്നില്ല. AKG വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ പേരിൽ എന്നെ ശുപാർശ ചെയ്തു. അവരത് സ്വീകരിച്ചു കൊള്ളണമെന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് സിംഗപ്പൂർ പദ്ധതിയെ സൗകര്യപൂർവ്വം മറക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്രതീക്ഷിതമായി തനിക്ക് ലഭിച്ച അവസരം നഷ്ടമായതോർത്ത് ദുഃഖിതനായിട്ട് ഇരിക്കുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം ബോംബെയിലെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരല്പം പ്രാധാന്യത്തോടെ തന്നെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നത്. ബോംബെ GPOയിലെ ശിപായി ആയിട്ടുള്ള ഒരു പഠാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കുറ്റം അവിടെ പോസ്റ്റ് ചെയ്ത എയർമെയിൽ കവറുകളിൽ ഒട്ടിച്ച വിലയേറിയ സ്റ്റാമ്പുകൾ മോഷണം നടത്തി. ബോംബെ ജനറൽ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്ത പല എയർമെയിൽ കവറുകളും സിംഗപ്പൂർ, റങ്കൂൺ മുതലായ സ്ഥലങ്ങളിലെ മേൽവിലാസക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന്
ബർമാഷെൽ മുതലായ വലിയ യൂറോപ്യൻ കമ്പനികളിൽ നിന്ന് തുടരെ പരാതികൾ ലഭിച്ചപ്പോൾ പോസ്റ്റൽ അധികൃതർ GPOയിൽ രഹസ്യമായി CID പോലീസുകാരെ നിയോഗിച്ചിരുന്നു. ഈ പഠാൻ ശിപായി വലിയ വിലയുള്ള സ്റ്റാമ്പുകളിൽ ഒട്ടിച്ച എയർമെയിലുകൾ സൂത്രത്തിൽ കീശയിലെടുത്തിട്ട് പിന്നെ കക്കൂസിൽ പോകുന്നതും അവിടെ ഒളിച്ചിരുന്ന് മുദ്രകൾ നീക്കം ചെയ്ത് കത്തും കവറും പിച്ചി ചീന്തി ഫ്ലഷ് ഔട്ടിൽ എറിഞ്ഞ് കളയുന്നതുമൊക്കെ CID പോലീസ് കണ്ടുപിടിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഏറെ ആഗ്രഹത്തോടെ SK സിംഗപ്പൂരിലേക്ക് അയച്ച കത്തും കൃത്യമായ അഡ്രസ്സിൽ എത്തുന്നതിന് പകരം എത്തിച്ചേർന്നത് GPOയിലെ ആ കക്കൂസ് ഓവിലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായൊരു വഴിത്തിരിവായിട്ടാണ് SK ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ആ സിംഗപ്പൂർ കത്ത് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ ആ പഠാൻ ശിപായി തന്നെ രക്ഷിക്കുകയായിരുന്നു എന്ന് പോലും പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ വർഷം നവംബറിലാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. AKGയുടെ നിർദ്ദേശപ്രകാരം അന്ന് ബോംബെയിൽ നിന്ന് SK അയച്ച കത്ത് സിംഗപ്പൂരിൽ കിട്ടിയിരുന്നെങ്കിൽ പത്തം തുടങ്ങാൻ പ്ലാനിട്ടിരുന്ന സിംഗപ്പൂർ മലയാളികൾ മറുപടിയും യാത്രയ്ക്ക് ആവശ്യമായ പണവും ഉറപ്പായും അയച്ചു കൊടുത്തിരുന്നേനെ. യാത്രയോടുള്ള തൻ്റെ താല്പര്യം അത്രയും തീവ്രമായിരുന്നതുകൊണ്ട് ആ പണവും വാങ്ങി അദ്ദേഹം പറ്റുന്നത്ര നേരത്തെ സിംഗപ്പൂർക്ക് വണ്ടി കയറുകയും ചെയ്തിരുന്നേനെ. സിംഗപ്പൂരിൽ എത്തിയതിന് പിന്നാലെ തന്നെ യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടേനെ. SK അവിടെ പെട്ടും പോയിരുന്നേനെ. യുദ്ധത്തിൻ്റെ പൊരിച്ചിലിൽ തൻ്റെ ഗതി എന്താകുമെന്ന് പോലും ഊഹിക്കാൻ പറ്റില്ലായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ആ മോഷ്ടാവായ പഠാനെ തൻ്റെ രക്ഷകനായും ആ സംഭവത്തെ തൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായുമൊക്കെ കാണുന്നത്. സിംഗപ്പൂർ യാത്ര മുടങ്ങുകയും രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തതോടെ അദ്ദേഹം തൻ്റെ യാത്രാ പദ്ധതികൾ മറ്റൊരു തരത്തിലാക്കാൻ ശ്രമിച്ചു. മിലിറ്ററിയിൽ ചേർന്നാൽ സപ്തസാഗരങ്ങളും കടന്ന് എവിടെയും ചെന്നു പറ്റാം, പല രാജ്യങ്ങളിലൂടെയും സഞ്ചരിക്കാം, പുതിയ അനുഭവങ്ങൾ തൻ്റെ എഴുത്തിനു കൂടി പ്രയോജനപ്പെടുത്താം എന്നതൊക്കെയായി പിന്നീടുള്ള ചിന്ത. അതേസമയം മിലിറ്ററിയിൽ ചേരുന്നത് തൻ്റെ ദേശീയ ആദർശങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്നോർത്തും അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെ പലവിധ ചിന്തകളിൽപ്പെട്ട് ആശയക്കുഴപ്പത്തിലായിരിക്കെ തൻ്റെ ആദ്യകാല സൃഷ്ടികളുള്ള പെട്ടി ഒന്ന് ഭദ്രമായി നാട്ടിലെത്തിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അപ്പോഴാണ് തൊട്ട അയൽവാസിയായിരുന്ന രാമദാസ് അമ്മയെ കാണാൻ വേണ്ടി നാട്ടിൽ പോകുന്ന കാര്യം അറിയിച്ചത്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ തൻ്റെ സാഹിത്യ പേടകം SK രാമദാസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഒരു കത്തും അയച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനൊരു മറുപടി കത്ത് കിട്ടി. ഇങ്ങനെ സൂട്ട് കേസ് വീട്ടിലെത്തിയിട്ടില്ല, രാമദാസും നാട്ടിലെത്തിയിട്ടില്ല. നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട രാമദാസ് എത്തിയത് സിംഗപ്പൂരിലായിരുന്നു. പോകുന്ന വഴിക്ക് അയാൾക്ക് മിലിറ്ററിയിൽ ചേർന്നാൽ എന്താ എന്നൊരു ആലോചന ഉണ്ടായി. വിവിധ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഇതിനായി ചില റിക്രൂട്ടിംഗ് ഇടങ്ങളും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരിടത്തേക്ക് ചെന്നു കയറുന്ന രാമദാസ് റിക്രൂട്ടിംഗ് ഓഫീസറായ വെള്ളക്കാരന് മുന്നിൽ ഹാജരാവേണ്ട താമസം അയാൾ എൻറോൾ ചെയ്യപ്പെടുന്നു. അന്നു തന്നെ പെട്ടിഭാണ്ഡങ്ങളോട് കൂടി തന്നെപ്പോലെ മിലിറ്ററിയിൽ ചേർന്ന പലരുടെയും കൂട്ടത്തിൽ അയാളും ഒരു കപ്പലിലേക്ക് തള്ളിക്കയറ്റപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ രാമദാസിനോടൊപ്പം SKയുടെ സാഹിത്യ പേടകവും അന്ന് മിലിറ്ററിയിൽ ചേരുന്നു. ബംഗാൾ ഉൾക്കടലിൽ വെച്ച് ജപ്പാൻകാർ രാമദാസ് കയറിയ കപ്പലിനെ ടോർപിഡോ ചെയ്യുന്നു. കപ്പൽ മുങ്ങി പലരും മരിച്ചു പോകുന്നു. ആ കപ്പലിലെ മുഴുവൻ പെട്ടിഭാണ്ഡങ്ങളും കപ്പലോടൊപ്പം ബംഗാൾ ഉൾക്കടലിൻ്റെ അടിത്തട്ടിലേക്ക് എന്നേക്കുമായി വീണടിഞ്ഞു. കൂട്ടത്തിൽ SKയുടെ സാഹിത്യ സൃഷ്ടികൾ അടങ്ങിയിരുന്ന സൂട്ട് കേസും. ചിലർ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവരിൽ ഈ രാംദാസും ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് എങ്ങനെയോ സിംഗപ്പൂരിൽ എത്തിച്ചേർന്നു. അന്ന് മുടങ്ങിപ്പോയ സിംഗപ്പൂർ യാത്ര ഒരു തരത്തിൽ രക്ഷയായി എങ്കിലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നാമാവശേഷമായി പോയ തൻ്റെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചുള്ള ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിരുന്നിരിക്കണം. തൻ്റെ സാഹിത്യവിദ്യയുടെ ആദ്യ സന്താനങ്ങളെ ഇടയ്ക്കിടയ്ക്കെടുത്തിൽ ആളിക്കുന്നതിൽ ഗൂഢമായൊരു ആനന്ദം കൊള്ളാത്ത യുവാക്കളുണ്ടോ എന്ന് SK തൻ്റെ ഡയറിയിൽ എഴുതിയ കാലമാണത്. അക്കാലത്ത് അദ്ദേഹം അവിഭക്ത ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരുപക്ഷെ തൻ്റെ തീരാ ദുഃഖത്തെ മറക്കാനുള്ള ഒരുതരം തീർത്ഥാടനമായിരുന്നിരിക്കണം അദ്ദേഹത്തിനത്. ഇതിനിടയ്ക്ക് കുറച്ചുനാൾ SK റാവൽ ടൈൽസ് കമ്പനിയിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി നോക്കുന്നു. 1941 കോഴിക്കോട് മടങ്ങിയെത്തും വരെ യാത്രകളിൽ തന്നെയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, ഡൽഹി, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ അക്കാലത്ത് അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. തൻ്റെ എഴുത്തിൻ്റെ സൗകര്യത്തിനും മറ്റുമായി കോഴിക്കോട് അരയിടത്ത് പാലത്തിനടുത്ത് ബ്രിഡ്ജ് വ്യൂ എന്നൊരു എഴുത്തുപുരയും അദ്ദേഹം ഒരുക്കുന്നു. ഇതോടെ സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ സമൃദ്ധമാകുന്നു. ഇക്കാലത്ത് അദ്ദേഹം എഴുത്തുകാരായിരുന്ന ഉറൂബ്, തിക്കോടിയൻ, NV കൃഷ്ണവാര്യർ എന്നിങ്ങനെ പലരുമായും സ്ഥിരം സമ്പർക്കത്തിലേർപ്പെട്ടു. ഇടക്കാലത്ത് വക്കം അബ്ദുൽ ഖാദറിൻ്റെ മാപ്പിള റിവ്യൂ മാസികയിലും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. 1942 ഓഗസ്റ്റ് 9 ശേഷം ഇന്ത്യയിലുടനീളം ക്വിറ്റ് ഇന്ത്യ സമരം ശക്തിപ്പെട്ടു. സമരത്തെ സഹായിക്കുന്ന പല പ്രവർത്തനങ്ങളിലും സ്വതന്ത്ര ഭാരതം എന്ന കോൺഗ്രസ് അണ്ടർഗ്രൗണ്ട് പത്രത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ SKക്ക് പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഏത് നിമിഷവും തന്നെ പിടികൂടും എന്ന രഹസ്യവിവരം കിട്ടിയപ്പോൾ അദ്ദേഹം ബോംബെയിലെത്താൻ നിർബന്ധിതനായി. ഈ സമയത്താണ് 1943 ബോംബെയിൽ വെച്ച് ചേർന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിലേക്ക് ഒരു പ്രതിനിധിയായി പോകാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടുന്നത്. അതിൽ പങ്കെടുത്ത SK നേരത്തെ നിശ്ചയിച്ച പ്രകാരം അവിടെ തന്നെ തങ്ങുന്നു. തൊട്ടടുത്ത മാസം അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽ കമ്മീഷണർ ഓഫീസിൽ ഒരു ഉദ്യോഗവും ലഭിക്കുന്നു. ഇക്കാലത്ത് ജൂഹുവിലെ ഗാന്ധിഗ്രാം സന്ദർശിക്കാൻ ചെന്നപ്പോൾ മഹാത്മാഗാന്ധിയുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കിട്ടിയ ഭാഗ്യവും SK പൊറ്റക്കാട് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പരാമർശിക്കുന്നുണ്ട്. ബോംബെയിൽ കഴിയുന്ന കാലത്താണ് SK പൊറ്റക്കാട് മത്തായി മാഞ്ഞൂരാൻ എന്ന തീപ്പൊരി സോഷ്യലിസ്റ്റ് നേതാവിനെ പരിചയപ്പെടുന്നത്.
മാഞ്ചൂരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എസ് കെ കൂടി ഉത്സാഹിച്ച് 1944 നവംബറിൽ ബോംബെയിലെ സുന്ദർബായ് ഹാളിൽ വെച്ച് അഖില ബോംബെ മലയാളി സമ്മേളനം എന്നൊരു വമ്പൻ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. 1945 കശ്മീർ പര്യടനം കഴിഞ്ഞ് കോഴിക്കോട് മടങ്ങിയെത്തിയ എസ് കെ അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ പിൽക്കാല എഴുത്ത് ജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായി മാറിയ പുതിയറയിലുള്ള പ്രശസ്തമായിട്ടുള്ള ചന്ദ്രകാന്തം വീട്ടിൽ താമസം ആരംഭിച്ചു. അക്കാലത്ത് അറിയപ്പെടുന്ന പല സാഹിത്യകാരന്മാരുടെയും താവളമായിരുന്നു ഈ ചന്ദ്രകാന്തം വീട്. സാഹിത്യ ചർച്ചകളും എഴുത്തും പാട്ടുമൊക്കെയായി ധാരാളം പേർ അവിടെ വന്നു പോകുമായിരുന്നു. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം രസകരമായിട്ടുള്ള സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ഈ ചന്ദ്രകാന്തം വീട് പൂട്ടിയിട്ട് എസ് കെ മാഹിയിൽ തൽക്കാലത്തേക്ക് താമസിക്കുന്ന കാലം. ഇടയ്ക്കൊരു ദിവസം അവിടെ നിന്ന് ചന്ദ്രകാന്തത്തിലേക്ക് അദ്ദേഹം വരുന്നു. ദൂരെ നിന്ന് തന്നെ വീട്ടിൽ നിന്നുള്ള പാട്ടും ബഹളവും ഒക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ചന്ദ്രകാന്തത്തിൻ്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് ആരൊക്കെയോ അവിടെ താമസമാക്കിയിരിക്കുന്നു. ഒറ്റക്കാട്ടിൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കയ്യേറ്റം. ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ മുറ്റത്ത് കുറച്ചു നേരം സ്തബ്ധനായി അദ്ദേഹം നിന്നുപോയി. ചന്ദ്രകാന്തം വീട് കയ്യേറിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമാണെന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബഷീറാണെങ്കിൽ അന്ന് തലയോലപ്പറമ്പിലുള്ള വീട്ടിൽ ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം സുഖമായി താമസിക്കുന്ന കാലമാണ്. അപ്പോഴാണ് എൻ്റെ ഉപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ നോവൽ നാടകമാക്കി അരങ്ങിൽ അവതരിപ്പിക്കണമെന്ന പ്ലാനും കൊണ്ട് നാടകൃത്തായിട്ടുള്ള തിക്കോടിയനും കൂട്ടാളികളും അദ്ദേഹത്തെ കാണാനെത്തുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു കാറിൽ കയറി കോഴിക്കോട്ടേക്ക് എത്തി. അപ്പോഴും എവിടെ താമസിക്കുമെന്നത് ഒരു പ്രധാന പ്രശ്നമായി തീർന്നു. ചിത്രകാരൻ എം ഇ ദേവൻ, എം ടി വാസുദേവൻ നായർ, ഫോട്ടോഗ്രാഫറും ഫിലിം പ്രൊഡ്യൂസറുമായിരുന്ന ശോഭന പരമേശ്വരൻ നായർ, വി കെ എൻ, എൻ പി മുഹമ്മദ്, കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവരും അന്ന് ബഷീറിനൊപ്പം ആ സംഘത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറയുന്നത് ബഷീർ അന്ന് തൻ്റെ സരസമായ ഭാഷയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാണ്. നല്ലൊരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ചന്ദ്രകാന്തം. ഉടമസ്ഥൻ എസ് കെ പൊറ്റക്കാട്ട് എന്ന ബൂഷ്വ. ഉടമസ്ഥൻ എന്തായാലും വീട്ടിലില്ല. മൂപ്പര താമസം മാഹിയിലാണ്. വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. തല്ലിപ്പൊളിക്കണം പൂട്ട്. നമ്മുടെ ഈ പ്രവൃത്തി ജനസാമാന്യത്തിന് വേണ്ടിയുള്ളതാണല്ലോ എന്ന്. അങ്ങനെയാണ് എസ് കെയുടെ ചന്ദ്രകാന്തത്തിലെ വിലപ്പെട്ട പൂട്ട് തല്ലിപ്പൊളിക്കപ്പെടുന്നത്. ബഷീർ ഒരു കത്തിയും പിടിച്ച് നാടകത്തിലെ ഒരു ദൃശ്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന പാട്ടും മാട്ടവും ഒക്കെ കൊണ്ട് ബഹളമയമായിരിക്കുന്ന സമയത്താണ് എസ് കെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഇതെല്ലാം കണ്ട് ശങ്കിച്ചു എന്ന് അദ്ദേഹം ബഷീറിൻ്റെ മുഖത്തേക്ക് നോക്കി. ബഷീർ ഇടത്തെ കൈ കൊണ്ട് മൂക്കിൽ ബലമായി പിടിച്ച് വലത് കൈയിൽ കത്തി ഉയർത്തി മൂക്ക് മുറിച്ചു കളയുമെന്ന് ആംഗ്യം കാണിച്ചു. ബഷീറിൻ്റെ ഈ വിധത്തിലുള്ള തമാശകളൊക്കെ നന്നായി അറിയാമായിരുന്ന എസ് കെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ബഷീറിനെയും കൂട്ടാളികളെയും ഒക്കെ ഒപ്പം അദ്ദേഹവും ചന്ദ്രകാന്തത്തിൽ താമസിച്ചു. വ്യക്തി ജീവിതത്തിൽ പൊതുവെ വലിയ ചിട്ടക്കാരനായിരുന്നു എസ് കെ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഷേവ് ചെയ്യാതെയോ കുളിക്കാതെയോ പുറത്തിറങ്ങുമായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ പുറത്തിറങ്ങേണ്ടി വന്നാൽ ആ ദിവസം മുഴുവനും അദ്ദേഹം അസ്വസ്ഥനാകുമായിരുന്നു. ഷേവ് ചെയ്ത ശേഷം ആ ബ്ലേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയ ഡേറ്റ് വരെ കൃത്യമായി എഴുതി വയ്ക്കുമായിരുന്നു എസ് കെ. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ചില കൗതുകങ്ങളിൽ അദ്ദേഹം വീണു പോവുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകാനുള്ള ബസ്സും കാത്ത് തൃശ്ശൂർ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് കൃഷ്ണൻകോട്ട എന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു വണ്ടി വന്നു. ആ സ്ഥലപ്പേരിനോട് അദ്ദേഹത്തിന് വല്ലാത്ത കമ്പം തോന്നി. കൃഷ്ണൻകോട്ട എന്ന സ്ഥലം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുള്ള കൗതുകം അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായില്ല. രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള നേരം പോലും എടുക്കാതെ എസ് കെ ആ ബസ്സിൽ ചാടിക്കയറി കൃഷ്ണൻകോട്ട കാണാൻ പോയി എന്നാണ് കഥ. എന്നും രാവിലെയുള്ള തൻ്റെ പതിവ് നടത്തം അദ്ദേഹം മുടക്കിയിരുന്നില്ല. രോഗിയായി കിടപ്പിലാകുന്നതുവരെയും ഈ ശീലം അദ്ദേഹം തുടർന്നിരുന്നു. ആൾത്തിരക്കുള്ള തെരുവീതികളെക്കാൾ നാട്ടുവഴികളും ഇടവഴികളുമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. എന്നും ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ഈ നടത്തം. അതിലൂടെ ആ ബന്ധങ്ങൾ അദ്ദേഹം ഊഷ്മളമായി തന്നെ നിലനിർത്തി പോന്നിരുന്നു. എസ് കെയുടെ ഒരു നല്ല പങ്ക് കഥകളും ഈ പ്രഭാത സവാരികൾക്കിടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണ്. വെടിപ്പും വൃത്തിയുമൊക്കെ അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. അത് സംബന്ധിച്ച് താനുണ്ടാക്കിയ എല്ലാ ശീലങ്ങളും അദ്ദേഹം കർശനമായി തന്നെ പാലിച്ചു പോന്നിരുന്നു. മെത്തവരി, ഒരു ജോഡി ചെരുപ്പ്, ചീപ്പ്, ടാൽക്കം പൗഡർ എന്നിവ തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള കറുത്ത ബാഗിൽ അദ്ദേഹം സ്ഥിരമായി സൂക്ഷിച്ചു പോന്നു. ഹോട്ടൽ മുറികളിൽ പോലും സ്വന്തം മെത്തവരി മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നുള്ളൂ. ഈ വൃത്തിബോധമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിലൊന്നും താല്പര്യമില്ലാതിരുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഭൂമിയുടെ ഏതു ഭാഗത്തേക്കും കടന്നു ചെല്ലാനും അദ്ദേഹത്തിന് അറപ്പോ മടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. യാത്രകൾ എസ് കെയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. വിവിധ ദേശങ്ങൾ കാണാനും അവിടുത്തെ മനുഷ്യരുടെ കഥകൾ അറിയാനും അദ്ദേഹം എക്കാലത്തും താല്പര്യപ്പെട്ടിരുന്നു. യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു എസ് കെ തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് എന്നും പറയാം. കേരളത്തിലും വിവിധ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലും ഒരുപാട് തവണ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന് പക്ഷേ കടൽ കടന്നൊരു യാത്ര ഏറെക്കാലം തരപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 1949-50 കാലത്ത് തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശ പര്യടനത്തിന് അദ്ദേഹം പുറപ്പെടുന്നത്. 15 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രാ പദ്ധതിയായിരുന്നു ആവിഷ്കരിച്ചിരുന്നത്. ആഫ്രിക്കയിൽ 9 മാസവും യൂറോപ്പിൽ 6 മാസവും. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ സുഹൃത്തുക്കൾ ബീറ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനൊരു യാത്രയയപ്പ് നൽകിയിരുന്നു. ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കുട്ടിക്കൃഷ്ണ മാരാർ കൗതുകമുള്ളൊരു ചോദ്യം എസ് കെയോട് ചോദിക്കുന്നു. ലോകത്തിൽ എത്രയോ നല്ല നാടുകൾ കാണാനിരിക്കെ എസ് കെ എന്തിനാണ് ഇരുണ്ട ആഫ്രിക്കയിലേക്ക് പോകുന്നത്?
പച്ച മനുഷ്യരെ കാണണമെങ്കിൽ ആഫ്രിക്കയിൽ പോകണം, പച്ചയായ മനുഷ്യരെ കാണാനും പഠിക്കാനും വേണ്ടിയാണ് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്നായിരുന്നു എസ് കെയുടെ മറുപടി. 9 മാസം നീണ്ടുനിന്ന ആഫ്രിക്കൻ പര്യടനത്തിൽ ബസ്സിലും കാറിലും ലോറിയിലും തീവണ്ടിയിലും കപ്പലിലും കാൽനടയുമായി 10,000-ലേറെ കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു. യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്ന അക്കാലത്ത് നടത്തിയ ഈ സഞ്ചാരം ഒരേ സമയം സാഹസികതയും അത്ഭുതങ്ങളും നിറഞ്ഞതായിരുന്നു. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ മൊസാംബിക്കിൽ നിന്ന് പുറപ്പെട്ട് ഇന്നത്തെ സിംബാബ്വേയിലേക്കും തുടർന്ന് കിഴക്കൻ ആഫ്രിക്കയിലൂടെയും സുഡാനിലൂടെയും വടക്ക് ഈജിപ്ത് വരെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാത. അസാധ്യതകളും അനിശ്ചിതത്വവും മനോഹാരിതകളും നിറഞ്ഞ ആ യാത്ര എന്നേക്കുമായി മാഞ്ഞുപോയ ഒരു ആഫ്രിക്കൻ കാലത്തിലൂടെയാണ് എസ് കെ നടത്തിയത്. ആ കൊളോണിയൽ കാലവും ആ ഭൂമിയും ഇത്രമാത്രം വിസ്തരിച്ചും വിശദമായും കണ്ടനുഭവിച്ചിട്ടുള്ള ഇന്ത്യക്കാർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ആഫ്രിക്കൻ ഭൂപ്രകൃതി ഒരു വമ്പിച്ച വിനോദസഞ്ചാര താവളമായി മാറുന്നതിന് മുമ്പ് തന്നെ അതിന് വിശ്വപ്രസിദ്ധങ്ങളായിട്ടുള്ള അതിശയങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവയെ വിവരിച്ചു തന്ന ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. ആഫ്രിക്കയെക്കുറിച്ച് അർദ്ധസത്യങ്ങൾ പോലും അന്ന് ഇന്ത്യയിൽ ലഭ്യമല്ലായിരുന്നു. ഭീകര ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരുന്ന ഒരു അന്ധകാര മേഖലയിലേക്ക് പുറപ്പെടാൻ പക്ഷേ എസ് കെക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അക്കാലത്തും പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു ഇന്ത്യക്കാരുടെ സ്വപ്ന നാടുകൾ. എസ് കെയുടെ ലോക പര്യടനങ്ങളുടെ തുടക്കം തന്നെ ആഫ്രിക്കയിലായിരുന്നു. ഒരുപക്ഷെ സഞ്ചാരത്തെ കലയായി സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട്. ലോക സാഹിത്യകൃതികളുടെ മലയാളം വിവർത്തനങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്ന അതേ കാലത്താണ് എസ് കെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നുള്ള തൻ്റെ ദൃക്സാക്ഷി വിവരണങ്ങൾ കൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ഇത്രയും പുറം ലോക വിവരണങ്ങൾ മലയാളിക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. 1949 എസ് കെ പൊറ്റക്കാട് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കോളനി വാഴ്ച അതിൻ്റെ ഉഗ്രപ്രതാപത്തിലായിരുന്നു. ആ ആഫ്രിക്കൻ ഭൂപടം തന്നെ പിന്നീട് മാറ്റി വരയ്ക്കപ്പെട്ടു. അദ്ദേഹം വന്ന് യാത്ര ചെയ്ത ദക്ഷിണ റൊഡേഷ്യ പിന്നീട് സിംബാബ്വേയായി, ന്യാസാലാൻഡ് മലാവിയായി, ടങ്കാനിക്ക ടാൻസാനിയയായി. യുഗാണ്ടയിലും മൊസാംബിക്കിലും സുഡാനിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭീമമായ രാഷ്ട്രീയ പരിവർത്തനങ്ങൾ നിരവധി വന്നു ചേർന്നു. വെറുമൊരു സഞ്ചാരിയുടെ കൗതുകങ്ങൾ അതുപോലെ പകർത്തുന്നതായിരുന്നില്ല എസ് കെയുടെ ശൈലി. ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ തുടക്കഭാഗത്ത് കപ്പൽ ആഫ്രിക്കയിലെ മംബോസ തുറമുഖത്ത് എത്തിയപ്പോൾ തൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയ കടലിൻ്റെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന അർദ്ധനഗ്നനായ ഒരു ആഫ്രിക്കൻ മനുഷ്യൻ്റെ പ്രതിമയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ ആഫ്രിക്കയിലെ മുഴുവൻ കറുത്ത ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നവനാണ് എന്ന് എനിക്ക് തോന്നി. 11-ാം നൂറ്റാണ്ടിൽ നോർവീജിയൻ നാവികർ അവിടെ എത്തിച്ചേർന്നപ്പോഴും 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വാസ്കോ ഡ ഗാമയുടെ കപ്പൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവൻ അത്ഭുതത്തോടെ പ്രതിമ കടക്കെ അവിടെ നോക്കി നിന്നിട്ടുണ്ടാവും. നൂറ്റാണ്ടുകൾ കടന്നുപോയി, എങ്കിലും ആ അത്ഭുതം ഇന്നും അവൻ്റെ കണ്ണുകളിൽ നിലനിൽക്കുന്നുണ്ട്. സംസ്കാരത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള അവൻ്റെ മന്ദഗതിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. താൻ കണ്ട കാഴ്ചയെ അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം വിവരിച്ചിരുന്നത്. ആഫ്രിക്ക പൊറ്റക്കാട്ടിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ചില ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമങ്ങളിൽ അദ്ദേഹം അന്തി ഉറങ്ങിയിട്ടുണ്ട്. ബുഗാണ്ടയിലെ രാജാവിനെ കൊട്ടാരത്തിൽ വെച്ച് സന്ദർശിച്ചിട്ടുണ്ട്. സുഡാൻ അറബികളുടെ ആതിഥ്യം സ്വീകരിച്ച് 1 മാസത്തോളം അവിടെ തങ്ങിയിട്ടുണ്ട്. വിദേശയാത്രകളിൽ എസ് കെ ഏറ്റവും ഭയപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായതും ആഫ്രിക്കയിൽ വെച്ചാണ്. ആഫ്രിക്കയുടെ മുക്കും മൂലയും സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാഹസിക യാത്ര നടത്തുകയായിരുന്നു. അങ്ങനെ ടാങ്കോണിക്കയുടെ ഏറ്റവും അങ്ങേ മൂലയിലുള്ള ഓൾഡിയാനയിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. സിംഹങ്ങളുടെ വിഹാര കേന്ദ്രമായ സെരിംഗറ്റി മൈതാനവും ലക്ഷക്കണക്കിന് വന്യമൃഗങ്ങൾ വസിക്കുന്ന ഒങ്കോറൊങ്കോറോ പാതാളക്കുഴിയും സന്ദർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് കുറച്ചപ്പുറത്തുള്ള ഓൾഡിയാനയിൽ എത്തിച്ചേർന്നത്. അവിടുത്തെ ഒരു പോസ്റ്റ് മാസ്റ്ററായിരുന്ന പഞ്ചാബിക്കൊപ്പമായിരുന്നു താമസം. അന്ന് വൈകുന്നേരം താമസ സ്ഥലത്ത് നിന്ന് എസ് കെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. നടന്ന് ഒരു വനപാതയിലെത്തി. നോക്കത്താ ദൂരത്തോളം കടും മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള ചെടികൾ നിറഞ്ഞിരിക്കുന്നു. വഴി ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് 2ആയിട്ട് പിരിഞ്ഞു. അതിലൊരു വഴി വനഭംഗി ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. അതിനിടെ ദൂരത്തായിട്ട് ഒരു കാപ്പിരിയെ കണ്ടു. ആസ്വാദനത്തിനിടെ അയാൾ എങ്ങോട്ടോ മറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കുറ്റിക്കാടുകളുടെ നിരപിടിച്ച് നടത്തം തുടർന്നു. നേരം സന്ധ്യയായി, അന്തരീക്ഷം മങ്ങി തുടങ്ങി. ഭയം മനസ്സിനെ പിടികൂടി. അദ്ദേഹം തിരിച്ചു നടന്നു. പക്ഷേ വന്ന വഴി മനസ്സിലായില്ല. പല ഊടുവഴികൾ അടുത്തടുത്തായി കിടക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഓടിയാനയിലെ മങ്കാട്ടി എന്നൊരു വിഭാഗത്തെക്കുറിച്ച് ഓർത്തു. വിവാഹത്തിന് വധുവിനെ കെട്ടണമെങ്കിൽ വരൻ അവളുടെ അച്ഛന് ഒരു മനുഷ്യത്തല കാഴ്ചവെക്കണമെന്ന നിയമം പോലും അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് എവിടെയോ വായിച്ചു തോർത്തു. അപ്പോഴേക്കും ചുറ്റിനും ഇരുട്ട് പരന്നിരുന്നു. അപ്രതീക്ഷിതമായി കാട്ടുമൃഗങ്ങൾ ചാടി വീഴാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് മിന്നാമിനുങ്ങളെപ്പോലെ ഇരുട്ടിൽ തീപ്പൊരി പാറുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കണമെന്ന് തോന്നിയെങ്കിലും തൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കിയേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. കുറച്ചു നേരം മുമ്പ് താൻ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിലെ തീ പറ്റി ഉണക്കപ്പുല്ലും മറ്റും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അതോടെ അദ്ദേഹത്തിന് വഴി മനസ്സിലാകുകയും വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. പൊറ്റക്കാട്ടിന് ശേഷം ആഫ്രിക്കയിൽ സഞ്ചരിക്കുകയും ആ ഭൂഖണ്ഡത്തെക്കുറിച്ച് വിശദമായി എഴുതുകയും ചെയ്തത് എഴുത്തുകാരൻ സക്കറിയയാണ്. ആഫ്രിക്കൻ യാത്രയിലെ തൻ്റെ മുൻഗാമിയും വഴികാട്ടിയുമായിരുന്നു എസ് കെ എന്ന് അശോകൻ പുതുപ്പാടി സമാഹരിച്ച എസ് കെയെക്കുറിച്ചുള്ള ലേഖനങ്ങളുടെ സമാഹാരമായ
എസ് കെ പൊറ്റക്കാട് ഓർമ്മ പഠനം സംഭാഷണം എന്ന പുസ്തകത്തിൽ സക്കറിയ വിശദീകരിക്കുന്നുണ്ട്. എസ് കെ പൊറ്റക്കാടിനെ വല്ലാതെ ആകർഷിച്ച മറ്റൊരു ഭൂപ്രദേശം സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. അവിടുത്തെ എൽമർ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട എമ്മ എന്ന ജർമ്മൻ പരിചാരികമായിട്ടുള്ള പരിചയം എസ് കെയുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാകുമായിരുന്നേനെ. സ്വർണ്ണ തലമുടിക്കാരിയായ എമ്മയ്ക്ക് പൊറ്റക്കാടിനെ കണ്ട ഉടനെ മുൻപെപ്പോഴോ കണ്ടു പരിചയിച്ചിട്ടുള്ള പോലെ ഒരു അടുപ്പം തോന്നി. അത് ഊഷ്മളമായ ഒരു അനുരാഗമായി മാറി. അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിചിത്രാകൃതിയായിട്ടുള്ള മരപ്പാലങ്ങൾ കൊണ്ട് അലങ്കരിച്ച 6 നദീതീരത്തും പൈൻകാടുകൾ നിറഞ്ഞ കുന്നിൻ ചെരുവിലും തൂൺ ബ്രയൻസ് എന്നീ തടാക തീരത്തുമൊക്കെ പോകുന്നുണ്ട്. ധാരാളം ഇന്ത്യൻ പുരാണ കഥകളും അവൾ എസ് കെയിൽ നിന്ന് കേൾക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എസ് കെ അവിടെ നിന്ന് ജനീവയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായപ്പോൾ എമ്മ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോകരുത്. പക്ഷേ എസ് കെക്ക് അത് സ്വീകരിക്കാനാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലോകം കാണുക, അതേപ്പറ്റി എഴുതുക എന്നത് മാത്രമായിരുന്നു. തൻ്റെ സാഹസികമായ യാത്രകൾക്കിടയിൽ എസ് കെ പലതവണ മരണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. 1950 ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ എൻ്റർപ്രൈസസ് എന്ന ചരക്ക് കപ്പലിൽ അന്നത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വി കെ കൃഷ്ണമേനോൻ്റെ ഒത്താശപ്രകാരം ഒരു ബർത്ത് ഏർപ്പാട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് എസ് കെക്ക് ആ കപ്പലിൽ കയറിക്കൂടാനായില്ല. അദ്ദേഹത്തെ കൂടാതെ ലണ്ടൻ വിട്ട ആ കപ്പൽ 3 ദിവസങ്ങൾക്ക് ശേഷം ചെങ്കടലിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. കപ്പലിലുണ്ടായിരുന്ന 75 പേരിൽ ഒരാളൊഴികെ മറ്റെല്ലാവർക്കും അന്ന് ജീവൻ നഷ്ടമാകുന്നു. അതുപോലെ 1952 മലയിലേക്കുള്ള സമുദ്രയാത്രയിൽ ജയഗോപാൽ എന്ന കപ്പൽ ബംഗാൾ ഉൾക്കടലിൻ്റെ നടുവിൽ വെച്ച് വലിയൊരു കൊടുങ്കാറ്റിൽ പെടുന്നു. കപ്പലിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ രക്ഷിക്കാൻ ഡെക്കിൻ്റെ ഇടനാഴിയിലെത്തിയ എസ് കെ അതിശക്തമായ കാറ്റടിച്ച് കടലിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടത് അന്ന് തലനാരിഴയ്ക്കാണ്. 1953 ഇന്തോനേഷ്യയിലെ ബന്തൂങ്ങിൽ വെച്ച് അദ്ദേഹം സഞ്ചരിക്കാനിരുന്ന ബന്തൂങ് മഞ്ഞാർ എക്സ്പ്രസ് ട്രെയിൻ ദാരുൽ ഇസ്ലാം ഭീകര സംഘടനക്കാർ മറിച്ചിടുകയും കൊള്ളയും കൊലയും നടത്തുകയുമുണ്ടായി. അതുപോലെ 1955 ജൂണിൽ ഫിൻലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിൽ വെച്ച് നടക്കുന്ന ലോക സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എസ് കെക്ക് അവസരം കിട്ടിയിരുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ചാർട്ടർ ചെയ്ത വിമാനം കനത്ത മൂടൽമഞ്ഞ് കാരണം ഹെൽസിങ്കിയിൽ ഇറങ്ങാൻ പറ്റാതെയും അടുത്ത എയർപോർട്ടായ ആംസ്റ്റർഡാമിലേക്ക് പറന്ന് രക്ഷപ്പെടാൻ ഇന്ധനമില്ലാതെയും അപകട മേഖലയിൽ ദീർഘനേരം കറങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ വിമാനത്തിൻ്റെ കമാൻഡർ പഞ്ചായി റസ്വയുടെ ധൈര്യവും സാമർഥ്യവും മനസാന്നിധ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് വിമാനത്തിന് നിലത്തിറങ്ങാൻ കഴിഞ്ഞത്. ഇതും എസ് കെ ഭയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. എസ് കെ 2700 പേജുകൾ വരുന്ന 18ഓളം സഞ്ചാര കൃതികൾ രചിച്ചിട്ടുണ്ട്. ഈ 18 കൃതികളും ഉൾക്കൊള്ളിച്ച് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ പേരായി 3 ബൃഹത് ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്ത നിരവധി മനുഷ്യരുടെ ശബ്ദവും ചൂടും ചൂരും 3 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ച ഈ സഞ്ചാര സാഹിത്യത്തിൽ ഉടനീളം അനുഭവപ്പെടുന്നുണ്ട്. യാത്രകളെ അനുഭവിക്കാൻ വേണ്ടി സഞ്ചാരത്തിന് പുറപ്പെട്ട ആളാണ് എസ് കെ പൊറ്റക്കാട്. സാമ്പത്തിക പരാധീനതകൾ പോലും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിശ്വപര്യടനം നടത്തിപ്പോകുന്നത്. ഒരു നാട്ടിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് ഡസൻ കണക്കിന് റഫറൻസ് പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് അദ്ദേഹം ആ നാടിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കും. അനുഭവങ്ങൾ, വായിച്ചുള്ള അറിവുകൾ, ഓർമ്മകൾ, ഉദ്ധരണികൾ, പുത്തൻ ആശയങ്ങൾ ഇവയെല്ലാം ചേർത്ത് പാകപ്പെടുത്തി അവതരിപ്പിച്ചതുകൊണ്ടാണ് പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യം ഇന്നും വായനക്കാരെ വല്ലാതെ ആകർഷിക്കുന്നത്. എഴുത്തുകാരൻ്റെ ദേശം അറിയപ്പെടുന്നത് അയാൾ പ്രശസ്തനാകുമ്പോഴാണ്. കോഴിക്കോട് നഗരത്തിലെ ചെലവൂർ, പുതിയറ, ഫ്രാൻസിസ് റോഡ് എന്നിവിടങ്ങളിൽ താമസിച്ച് നിരീക്ഷണം എന്ന ലിറ്റ്മസ് കടലാസ് കൊണ്ട് നഗരവിധികളെല്ലാം ഒപ്പിയെടുത്ത് സ്വന്തം എഴുത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ എസ് കെ കോഴിക്കോട് ദേശത്തിൻ്റെ കഥാകാരനായി. ദേശങ്ങളുടെ കഥാകാരനാണ് എസ് കെ എന്ന് അദ്ദേഹത്തിൻ്റെ രചനകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ നോവലുകളിലും അതിൻ്റെ പശ്ചാത്തലമായ ദേശം അല്ലെങ്കിൽ ജീവിത ഇടം വളരെ പ്രധാനമാണ്. തൻ്റെ നിരീക്ഷണ ലോകം കോഴിക്കോടിന് അല്പം കിഴക്കുമാറി മുക്കത്തേക്കും വടക്ക് വയനാട്ടിലേക്കും കണ്ണൂരിലേക്കുമൊക്കെ വ്യാപിപ്പിച്ചതോടെ മനോഹരമായിട്ടുള്ള പല രചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക മേഖലകളിൽ ഇത്രമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുള്ളൊരു എഴുത്തുകാരൻ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. നോവലിസ്റ്റ് എന്ന നിലയിൽ എസ് കെ വിഖ്യാതനായത് വിഷകന്യകയിലൂടെയാണ്. 1948 ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. കേരളം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് 3ആയി പിരിഞ്ഞു കിടന്നിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിൽ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് മധ്യ തിരുവിതാംകൂറിലെ ചില ക്രിസ്ത്യാനികൾ കണ്ടെത്തിയ അക്കരപ്പച്ചയായിരുന്നു മലബാർ കുടിയേറ്റം. ലോക സാമ്പത്തിക കുഴപ്പത്തെയും പിന്നീട് വന്ന രണ്ടാം ലോക മഹായുദ്ധത്തെയും തുടർന്നുണ്ടായ വറുതിയും തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയുടെ ക്രിസ്ത്യൻ വിദ്വേഷവും അവരെ മലബാറിലെ വനഭൂമിയിലേക്ക് ആകർഷിച്ചു. ഈ കുടിയേറ്റവും അതിനെ തുടർന്നുണ്ടായ ജീവിത സംഘർഷങ്ങളുടെ നേർക്കാഴ്ചകളുമാണ് വിഷകന്യകയിലെ പ്രമേയം. പട്ടിണി, പട്ടർ എന്നീ 2 പകാരങ്ങളെ പേടിച്ച് മലബാറിലേക്ക് കുടിയേറി പാർത്തവരെ നശിപ്പിക്കാൻ പുല്ല്, പനി, പന്നി എന്നീ 3 പകാരങ്ങൾ അവിടെ ഒരുങ്ങി നിന്നിരുന്നു. ഇങ്ങനെ വയനാട്ടിലേക്ക് പോയ ആദ്യ സംഘത്തിൽപ്പെട്ടവരായിരുന്നു മുണ്ടക്കയം വർക്കിച്ചേട്ടനും കൂട്ടുകാരും. 25 പേരടങ്ങിയ ഒരു സംഘമായിരുന്നു അവരുടേത്. അവരുടെ യാത്രക്കിടയിൽ തന്നെ മലബാറിലെ വിഷഭൂമിയെക്കുറിച്ച് വേണ്ടത്ര സൂചനകളുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് മലബാറിലേക്ക് പോകുന്ന സംഘത്തിലുണ്ടായിരുന്ന മാർത്തയും അവരുടെ സഹോദരി പുത്രി മറിയയും തമ്മിലുള്ള സംഭാഷണം ഇതിന് ഉദാഹരണമാണ്. മറിയ മാർത്തയോട് ചോദിക്കുന്നു,
അമ്മാവി മലബാറിലേക്ക് പോയാൽ പിന്നെ ഞങ്ങളെ മറക്കുകയല്ല കുഞ്ഞെ. ഈശോയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അവിടെ നല്ല നിലയ്ക്ക് എത്തിയാൽ മറിയവും ചെറിയാനും മലബാറിലോട്ട് വരണം കേട്ടോ. അതുണ്ടാവുകയില്ല അമ്മായി. പിള്ളേരുടെ അപ്പന് മലബാറെന്ന് കേട്ടാൽ കലി വരും. അവരുടെ അനിയൻ മലബാറിൽ പോയി പനി പിടിച്ച് ചത്തു. അതിൽ പിന്നെ മലബാറെന്ന് കേട്ടാൽ കലിയ. ഞങ്ങളുടെ മണ്ണ് ഇവിടെ തന്നെ. ആരും തൊടാതെ കിടന്നിരുന്ന വയനാട്ടിലെ ആ ഭൂമിയിൽ ധാരാളം വിഷമുള്ളുകളും വെട്ടിക്കളഞ്ഞാലും 10 ഇരട്ടി വലുപ്പത്തിൽ വളർന്നു കയറുന്ന നീളൻ പുല്ലുകളും ഉണ്ടായിരുന്നു. ഇതിനെയും എത്ര ആരോഗ്യമുള്ള ആളെയും പെട്ടെന്ന് തകർത്ത് കളയുന്ന പ്രതികൂല കാലാവസ്ഥയും ഒക്കെ മറികടന്ന് വല്ലതും നട്ടുനനച്ചുണ്ടാക്കിയാൽ അതിൽ ഭൂരിഭാഗവും കാട്ടുപന്നികൾ നശിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് കുടിയേറിയതിൽ പലരും അതിജീവനത്തിന്റെ പാതയിൽ പരാജയം സമ്മതിച്ച് വീണുപോയിരുന്നു. ഭാവിക്ക് വേണ്ടി മണ്ണിനോട് പൊരുതാൻ ഒരുമ്പിട്ടിറങ്ങിയ ഈ ജനവിഭാഗത്തിന്റെ മറുപുറമാണ് വിസ്തൃതമായ ഭൂസമ്പത്തിന്റെ ഉടമകളായിരുന്നിട്ടും ആ ഭൂമിയെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ അറിയാതെ പോയ, അല്ലെങ്കിൽ അതിന് കഴിയാതെ പോയ മലബാറിലെ ജന്മിമാർ. ഓലമേഞ്ഞ പഴയ മാളിക വീടുകളിലെ പ്രൗഢിയിൽ കഴിഞ്ഞിരുന്ന അവരിൽ പലരും തെക്കുന്നെത്തിയ ചേട്ടന്മാരുടെ പണത്തിൽ കണ്ണുവെച്ച് ആവശ്യാനുസരണം അവർക്ക് ഭൂമി നൽകി. ഇത് മുതലെടുക്കാൻ ചില ഏജന്റുമാരും വന്ന് രംഗപ്രവേശം ചെയ്തിരുന്നു. അങ്ങനൊരു നിലം ഏജന്റായിരുന്നു കൊച്ചു വറീദ്. അയാൾ ഇടയ്ക്കിടെ തിരുവിതാംകൂറിലേക്ക് പോയി മലബാറിന്റെ ഗുണഗണങ്ങളെയും സമ്പൽ സമൃദ്ധിയും ഒക്കെ പറ്റി കൊട്ടിഘോഷിച്ച് നടന്ന് കുറെ സാധുക്കളെ പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവരെ മലബാറിലെ മലനിലത്തിലും കടത്തിലും നീങ്ങാൻ വയ്യാതാക്കി തീർത്ത് പുതിയ ഇരകളെ തേടിക്കൊണ്ട് പിന്നെയും അയാൾ തിരുവിതാംകൂറിലേക്ക് യാത്ര ചെയ്യും. മലബാറിലേക്ക് പുറപ്പെട്ട ഓരോ വ്യക്തിയുടെയും മനസ്സിൽ സ്വർണം വെളിയുന്ന 400 ഏക്കർ നിലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫലഭൂയിഷ്ടങ്ങളായ മലയോരങ്ങളിൽ പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കാമെന്ന് അവർ കിനാവ് കണ്ടു. അങ്ങനെ മധുരപ്രതീക്ഷകളുമായി എത്തിയവരാണ് മാത്തനും അയാളുടെ കെട്ടിയവൾ മറിയവും. പച്ചക്കാടിൻ്റെ മുകൾ ഭാഗത്ത് ചിറകു വിരിച്ചു നിൽക്കുന്ന കാട്ടുകഴുകനെ പോലുള്ള മാത്തൻ്റെ മുളംകുടിലും ആ കുടിലിൽ വിരിഞ്ഞ അവരുടെ ജീവിതവും നോവലിസ്റ്റ് മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറിയം വിശ്രമിക്കാതെ കൊത്തുകയാണ്. കൊഴുത്തു തടിച്ച തൊട്ടവാടി ചെടികൾ കെട്ടിപ്പടർന്ന് കാപ്പിരിത്തല പോലെ കിടക്കുന്ന ആ കുന്നിൻ്റെ നെറുക ക്രോപ്പ് ചെയ്യുക എളുപ്പമല്ല. മറിയം കുനിച്ച കഴുത്ത് ഉയർത്താതെ തന്നെ കിണഞ്ഞു കൊത്തുന്നുണ്ട്. ഉറച്ച ചരൽ മണ്ണിൽ അവളുടെ തൂമ്പ തളരാതെ താളം പിഴയ്ക്കാതെ പതിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ വിളർത്ത മുഖം വിയർപ്പ് കൊണ്ട് നനഞ്ഞും വെയിൽ കൊണ്ട് കരിഞ്ഞും പൊടി നിറഞ്ഞും കിടക്കുന്നു. കൊത്തുന്ന താളത്തിനനുസരിച്ച് അവളുടെ കുഴഞ്ഞ മുലകൾ അയഞ്ഞ കുപ്പായത്തിനുള്ളിൽ ഉലഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങളിലൂടെ ആ കുടിയേറ്റ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ SK നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വിഷകന്യകയിലെ പ്രധാന കഥാപാത്രം വയനാട്ടിലെ മണ്ണ് തന്നെയാണ്. സംഹാരശേഷിയുള്ള സൗന്ദര്യം ഉൾക്കൊള്ളുന്ന വിഷകന്യകയാണ് ആ മണ്ണ്. വിഷകന്യകയായ വയനാടൻ മണ്ണ് പോലെ തന്നെ സംഹാരാത്മകമായ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന മാധവിയും ഈ നോവലിലെ മികവുറ്റ ഒരു കഥാപാത്രമാണ്. തന്ത്രശാലികളായ പോളും ജോണും ചാക്കോ മാസ്റ്ററും വയനാട്ടിൽ വന്ന് വിജയിച്ചവരെയും തൊമ്മനും ഇട്ടൂപ്പും മറിയവും വർക്കിയും വയനാടൻ മണ്ണോട് പടവെട്ടി മരണമടഞ്ഞവരെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ അതിജീവന പോരാട്ടത്തിൽ വീണുപോയവരുടെയും തന്ത്രശാലികളായി നിന്ന് നേട്ടമുണ്ടാക്കിയവരുടെയും ജീവിത കഥയാണ് വിഷകന്യകയിലുള്ളത്. ഈ നോവലിന് അന്ന് മദ്രാസ് ഗവൺമെൻറ് വക പുരസ്കാരം ലഭിച്ചിരുന്നു. നാടൻ പ്രേമം, മൂടുപടം, കറാമ്പൂ എന്നീ രചനകളിലൂടെ SK പ്രണയകഥകൾ നോവലാക്കി മാറ്റി. ഇതിൽ നാടൻ പ്രേമം പുതിയ കാലത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കൃതിയാണ്. 1941 SK നാടൻ പ്രേമം രചിക്കുന്നത്. 1 വർഷം മുമ്പ് ബോംബെയിൽ നിന്നാണ് നാടൻ പ്രേമം മുഴുവൻ എഴുതി തീർത്തത്. മറുനാട്ടിൽ വെച്ച് കേരളത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രകൃതിസുന്ദരങ്ങളായ നാട്ടിൻപുറങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നതിൽ പ്രത്യേകം ഒരു ആനന്ദമുണ്ട് എന്ന് നാടൻ പ്രേമത്തിൻ്റെ ആദ്യ പതിപ്പിന് എഴുതിയ പ്രസ്താവനയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾക്ക് 2 ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നു. രമണനിൽ കുഴി പ്രേമത്തെക്കുറിച്ച് പറഞ്ഞ് തേങ്ങിയ ചങ്ങമ്പുഴയും നാടൻ പ്രേമം എഴുതിയ പൊറ്റക്കാടും എന്ന മാധവിക്കുട്ടിയുടെ പ്രസ്താവന ആ നോവലുണ്ടായിരുന്ന പ്രശസ്തിയെ എടുത്തു കാട്ടുന്നതാണ്. SK പൊറ്റക്കാടിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിൽ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ ഒരു കൂട്ടം മനുഷ്യജീവികളുടെ കഥ കൂടിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. തൻ്റെ സ്വത്വത്തിൻ്റെ അതിപ്രധാന ഘടകമായ അതിരാണിപ്പാടത്തിൻ്റെയും അതിന് സമീപമുള്ള മാതൃഗൃഹം ഉൾപ്പെടുന്ന ഇലഞ്ഞിപ്പൊയിൽ എന്ന പ്രദേശത്തിൻ്റെയും കാവ്യാത്മകമായ ആവിഷ്കാരം നമുക്ക് ഈ നോവലിൽ കാണാം. സംസ്കാരം എന്നത് ഉന്നത ജീവിത മാതൃകകളിൽ നിന്ന് മാത്രമല്ല, അതീവ സാധാരണവും എന്നാൽ വിചിത്രവുമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൂടി ഉരുത്തിരിയുന്ന ഒന്നാണ് എന്ന് ഈ നോവൽ പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ മിക്കവാറും നിർധനരാണ്. മിക്കവരും മില്ലുകളിലെ ഈർച്ചപ്പണിക്കാർ. അപൂർവം ചിലർ തെങ്ങിയെത്തുന്നവരാണ്. ഒരേ ഒരു സമ്പന്ന കുടുംബമേ അവിടെയുള്ളൂ. അത് കേളഞ്ചേരി കുഞ്ഞിക്കള്ളുമേലാൻ്റെ കുടുംബമാണ്. ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ അവിടെ പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയിലെ മകനായ ശ്രീധരനാണ് കഥാനായകൻ. ആദ്യ ഭാര്യയിൽ കുഞ്ഞപ്പു ഗോപാലൻ, രാഘവൻ എന്നീ മക്കളും കൃഷ്ണൻ മാസ്റ്റർക്കുണ്ട്. നോവലിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ശ്രീധരനും കുഞ്ഞപ്പുവും കൃഷ്ണൻ മാസ്റ്ററുമാണ്. ശ്രീധരനെ കേന്ദ്രീകരിച്ചാണ് നോവലിലെ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിരാണിപ്പാടം തൊട്ട് സ്വിറ്റ്സർലൻഡിലെ ഇന്റർലേക്കനിലുള്ള എൽമർ ഹോട്ടൽ വരെയുള്ള സീമകളെ ഇത് സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദേശത്തിൻ്റെ കഥ മറ്റു ദേശങ്ങളുടെ കൂടി കഥയായിട്ട് മാറുന്നു. ഒരു പ്രത്യേക ജനപദത്തിലെ അതിരാണിപ്പാടത്തിലെ നിരവധി കൊച്ചു കൊച്ചു സംഭവങ്ങളെ ആ നോവലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്.
ഒട്ടേറെ കഥകളും ഇതിന്റെ ഭാഗമായി കടന്നു വരുന്നുണ്ട്. ഒരു കഥാസരി സാഗരം എന്ന് തന്നെ ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കുഞ്ഞാപ്പുവിൻ്റെ പട്ടാളക്കഥകൾ, ചാത്തപ്പൻ്റെയും ചന്തുമൂപ്പൻ്റെയും പുരാണ കഥകൾ, ഏരപ്പൻ്റെ ഭൂതപ്രേത കഥകൾ, പാണൻ കണാരൻ്റെ അന്തമാൻ ദ്വീപിലെ കഥകൾ, ചേക്കുവിൻ്റെയും ഇട്ടിച്ചിരക്കുട്ടിയുടെയും മത്സ്യകന്യകയുടെയും കഥകൾ എന്നിവ സന്ദർഭോചിതമായി ഇതിൽ വിവരിച്ചിട്ടുണ്ട്. കഥാനായകനായ ശ്രീധരൻ്റെ കുട്ടിക്കാലത്തെ സംഭവങ്ങൾ ഭൂതകാല അഭിനിവേശത്തോടെയാണ് നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. നീലക്കൊടുവേലിയും തേടി എന്ന നോവലിൽ ഒരു ഭാഗം കേരള പാഠാവലിയിലൂടെ ഒരു തലമുറയാകെ ആവർത്തിച്ചു വായിച്ച് പുളകം കൊണ്ടതാണ്. ദേശീയവും കാലികവുമായി പ്രാധാന്യമുള്ള പല സംഭവങ്ങളും ഈ നോവലിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാപ്പിള ലഹള, വാഗൺ ട്രാജഡി, മദ്യവർജന സത്യാഗ്രഹം, വർഗീയ ലഹളകൾ, അഭയാർത്ഥി പ്രവാഹം എന്നിവ അവയിൽ ചിലതാണ്. കോച്ചാളികളുടെ സമുദായ ഭ്രഷ്ട് നിരോധന സദ്യ, കേളഞ്ചേരിയിലെ ചെറിയ ശങ്കരമേനോന്റെ ഭ്രാന്തെടുത്ത ദൂർത്തിനെ കുറിച്ചുള്ള കഥകൾ, പൂശാരി വേലുവിൻ്റെ തൂങ്ങി മരണം, ശങ്കുണ്ണി കമ്പോണ്ടറുടെ ഗാന്ധർവ വിവാഹം, പൂതപ്പറമ്പനെ പറ്റിയുള്ള അലൗകിക കഥകൾ, കീരൻ്റെ സ്മാർത്ത വിചാരം, ശ്രീധരൻ്റെ പ്രണയലേഖനം വരുത്തിവെച്ച വിനകൾ, കുഞ്ഞാപ്പുവിൻ്റെ കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, കിട്ടൺ റൈറ്റർ കിട്ടൺ മജിസ്ട്രേറ്റായ കഥ, കടൽ പോലെ കിടന്നിരുന്നൊരു തറവാട് മുഴുവൻ മദ്യപാനം കൊണ്ട് ഇല്ലാതാക്കി തീർത്ത കുഞ്ഞിക്കള്ളു മേനാൻ്റെ കരുണാർദ്രമായിട്ടുള്ള അന്ത്യം, കൃഷ്ണമാസ്റ്ററുടെ ചരമം, അതിരാണിപ്പാടത്തോടുള്ള ശ്രീധരൻ്റെ വിടപറയൽ തുടങ്ങിയ ജീവിതസ്പർശിയായ നിരവധി രംഗങ്ങളുടെ ആവിഷ്കരണം കൊണ്ട് ഈ നോവൽ ഏറെ ഹൃദ്യമായി തീരുന്നു. നോവലിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ആരും തന്നെ ടൈപ്പുകളായിട്ട് മാറുന്നില്ല. എല്ലാവർക്കും സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഈ നോവലിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് ചില രസകരമായ സംഭവങ്ങളും എസ് കെയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1952 അദ്ദേഹത്തിൻ്റെ വിവാഹം. ജയവല്ലി എന്നായിരുന്നു ഭാര്യയുടെ പേര്. ജയവല്ലി ജനിച്ചതും 20 വയസ്സുവരെ വളർന്നതും ക്വാലാലംപൂരിലായിരുന്നു. നാട്ടിൽ വരുമ്പോൾ മലയാളം തീരെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ മലയാള അക്ഷരങ്ങൾ വായിക്കാൻ പഠിച്ചു. അത് പുരോഗമിച്ച് കൂട്ടി വായിക്കാൻ തുടങ്ങി. പരിശീലനത്തിന് ലൈബ്രറിയിൽ നിന്ന് ആദ്യമായി കിട്ടിയ പുസ്തകം എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമമായിരുന്നു. പുസ്തകം വായിച്ച ആരാധനയോടെ കണ്ട എഴുത്തുകാരൻ തന്നെ പിന്നീട് വിധിവശാൽ ജയവല്ലിയുടെ ജീവിത പങ്കാളിയുമാവുകയായിരുന്നു. വിവാഹത്തിന് ശേഷം ജയവല്ലിക്കൊപ്പം അദ്ദേഹം സിലോൺ പര്യടനമൊക്കെ നടത്തിയിട്ടുണ്ട്. തൻ്റെ കഥകളുടെയും നോവലുകളുടെയും ഒക്കെ കയ്യെഴുത്തു പ്രതികൾ ഭാര്യ ജയവല്ലിക്ക് വായിക്കാൻ കൊടുക്കുന്ന ശീലം പൊറ്റക്കാടിനുണ്ടായിരുന്നു. വിശേഷിച്ച അഭിപ്രായമോ നിർദ്ദേശമോ ഒന്നും കിട്ടാൻ വേണ്ടിയല്ല ആ പതിവ്. ഭർത്താവ് എഴുതിയത് വായിക്കാൻ കൊടുക്കും. ഭാര്യ ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം ഒരു പുഞ്ചിരിയോടെ തിരിച്ചു നൽകും. ഒരിക്കൽ മാത്രം ജയവല്ലി ക്ഷുഭിതയായി. 1971 മെയ്യിൽ എസ് കെ ഒരു ദേശത്തിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുങ്കുമം വാരികയിൽ ഖണ്ഡശയായി വന്നുകൊണ്ടിരുന്ന ആ നോവലിൻ്റെ അധ്യായങ്ങൾ അയക്കുന്നതിന് മുമ്പ് ജയവല്ലി അത് വായിച്ചിരുന്നു. ഒരു ദിവസം വൈകുന്നേരത്തെ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള സർക്കിട്ടൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ അയക്കാതിരുന്നൊരു പുതിയ അധ്യായമായ മർമ്മരങ്ങൾ കയ്യിൽ പിടിച്ച് ഭാര്യ ക്ഷുഭിതയായി നിൽക്കുകയാണ്. എന്താണ് ഇത് എന്ന് ജയയുടെ ചോദ്യം. അതിലെഴുതിയിരുന്ന രംഗം ഇതായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ എൽനർ ഹോട്ടലിൽ ജർമ്മൻ പെൺകിടാവ് എമ്മയുടെ മുന്നിൽ ശ്രീധരൻ ഡിന്നർ കഴിക്കാനിരിക്കുന്നു. എമ്മയുടെ ഇടത്തേക്കയിലെ ചൂണ്ടുവിരലിൽ ഒരു ശീല ചുറ്റിക്കെട്ടിയത് ശ്രീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? എ കട്ട്, ഒരു മുറിവ് എന്ന് എമ്മയുടെ മൃദുലമായ മറുപടി. ശ്രീധരൻ എമ്മയുടെ ചൂണ്ടുവിരൽ പിടിച്ചു. അതിൽ ചുറ്റിക്കെട്ടിയിരുന്ന ശീല മെല്ലെ അഴിച്ചു പരിശോധിച്ചു. വിരലിൽ പെൻസിൽ വര പോലെ ചെറിയൊരു മുറിവ്. ഓ, ദിസ് ഇസ് നത്തിങ് എന്ന് പറഞ്ഞ് ശ്രീധരൻ വളരെ ശ്രദ്ധയോടെ അവളുടെ വിരലിൽ ആ ശീല വീണ്ടും ചുറ്റിക്കെട്ടിക്കൊടുത്തു. എമ്മ ആ വിരൽ അങ്ങനെ തന്നെ പൊക്കിപ്പിടിച്ച് അനങ്ങാതെ കുറേ നേരം ശ്രീധരൻ്റെ മുഖത്തേക്ക് മിഴി ഊന്നിക്കൊണ്ടിരുന്നു. അവളുടെ മിഴികൾ ഈറനണിയുന്നുണ്ടായിരുന്നു. ഈ പ്രേമപന്തമൊന്ന് തിരികൊളുത്തുവെന്ന് മൂകമായി അഭ്യർത്ഥിക്കുന്നത് പോലെ. ഇതെന്തിനെഴുതിയെന്ന് ഈ ഖണ്ഡികയിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ജയ എസ് കെയോട് ചോദിച്ചു. എസ് കെ തൻ്റെ പത്നിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ജയ, ഇത് നടന്നത് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പല്ലേ? പിന്നെ ജർമ്മൻ പെൺകിടാവിൻ്റെ വിരലിൽ ഒന്ന് സ്പർശിച്ചത് ഇത്ര വലിയ കുറ്റമാണോ? കുറച്ചു നേരം മിണ്ടാതെ നിന്നതിന് ശേഷം ദൃഢമായ സ്വരത്തിൽ ജയ പറഞ്ഞു, നിങ്ങൾ മറ്റൊരു പെണ്ണിനെ തൊട്ടു എന്ന കാര്യം അച്ചടിച്ച് കാണുന്നത് എനിക്ക് സഹിക്കുകയില്ല. അത്രയും പറഞ്ഞ് അവർ അധ്യായം എഴുതിയ കടലാസ് വലിച്ചു കയറി ചെറിയ കഷ്ണങ്ങളാക്കി ഭർത്താവിന് മുന്നിൽ എറിഞ്ഞ് എഴുന്നേറ്റ് പോയി. ഒരു ദേശത്തിൻ്റെ കഥയിലെ വികാരോജ്വലമായൊരു അധ്യായമായിരുന്നു അത്. അത് നഷ്ടപ്പെട്ടതിൽ എസ് കെക്ക് ദുഃഖം തോന്നിയില്ല. എങ്കിലും ഒരു ചെറിയ പ്രതിഷേധം എന്ന നിലയിൽ എസ് കെ അന്ന് ഭക്ഷണം കഴിച്ചില്ല. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് പിന്നീട് 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഈ കൃതിയാണ് എസ് കെയെ 1982 ജ്ഞാനപീഠം പുരസ്കാരത്തിനും അർഹനാക്കിയത്. അതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ സാമൂഹിക വിമർശനം ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന നോവലാണ് ഒരു തെരുവിൻ്റെ കഥ. വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. തെരുവുതണ്ടികളും ലൈംഗിക തൊഴിലാളികളും പട്ടിണിപ്പാവങ്ങളും സേവനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ രാഷ്ട്രീയക്കാരും പാപികളും പാതിരിയും ഡോക്ടറും വൈദ്യനും കവിയും കിറുക്കനും പത്രോൽപ്പന്നക്കാരനും മാസ്റ്ററും വിടനും കുരുടനും പട്ടാളക്കാരനും എല്ലാം നിറഞ്ഞുകിടക്കുന്ന തെരുവിൻ്റെ കഥയിലെ മുഖ്യ കഥാപാത്രം സമുദായം വിസർജിച്ച ജീവിതപിണ്ഡങ്ങളുടെ വിഹാര രംഗമായ ആ തെരുവ് തന്നെയാണ്. മനുഷ്യജീവിതങ്ങൾ ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ പോലെ ഇവിടെ വലിച്ചെറിയപ്പെടുന്നു. ഇവിടെ വേദനകളുണ്ട്, നെടുവീർപ്പുകളുണ്ട്, നേരം പോക്കുകളുണ്ട്, പൊട്ടിക്കരച്ചിലുകളുണ്ട്, പാട്ടും കളിയുമുണ്ട്, പട്ടിണിയുണ്ട്, പൊലയാട്ടുണ്ട്, സ്വാർത്ഥതയുണ്ട്, സഹാനുഭൂതിയുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യവും സമത്വവുമുണ്ട്.
പട്ടിക്കും മനുഷ്യനും ഒരേ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഭക്ഷിക്കാം, ഒരേ പീഡിയക്കോലായിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ഈ നോവലിന് സുഘടിതമായിട്ടുള്ളൊരു പ്ലോട്ടില്ല. തെരുവിലെ മനുഷ്യ ജീവിതങ്ങളുടെ കഥയാണ് ഇതിലെ പ്രതിപാദ്യം. അവരെല്ലാം രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു. മകരമാസത്തിലെ കുളിരുകുത്തുന്നൊരു രാത്രിയുടെ ഒടുവിലത്തെ യാമത്തിൽ തെരുവിലെ മോഡേൺ മെഡിക്കൽ ഷോപ്പിന്റെ കോലായിൽ ചണ്ടിയും ചീത്തക്കടലാസും കത്തിച്ചുണ്ടാക്കിയ തീക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കുളിർ ഹോമിക്കുന്ന 5-6 മനുഷ്യ കോലങ്ങളെയാണ് തുടക്കത്തിൽ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. കൂനൻ കണാരനും നൊണ്ടി പറങ്ങോടനും രാമുണ്ണി മാസ്റ്ററും ഇറച്ചിക്കണ്ടം മൊയ്തീനും ഇങ്ങനെ തീകായുന്നതിനിടയിൽ അപ്പുനായരുടെ ആനക്കഥ കേട്ട് രസിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നോവലിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പത്രോൽപ്പന്നക്കാരൻ കൃഷ്ണക്കുറുപ്പാണ്. ഒരു ചെറിയ ലോകമാണ് അയാളുടേത്. ഒരേയൊരു മകളായ രാധയെ വിവാഹം ചെയ്യിക്കുന്നതിന് അയാൾ നന്നേ പാടുപെട്ടു. അവൾക്കൊരു പാവാട പോലും വാങ്ങിക്കൊടുക്കാൻ അയാൾ വിഷമിച്ചു. ഒരണ കിട്ടാൻ കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങാടിത്തെരുവ് നീളെ അയാൾ ഓടി നടന്നിട്ടുണ്ട്. അയാൾ പാവപ്പെട്ട ഒരു കുരുടൻ പിച്ചക്കാരനെ പറഞ്ഞു പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. എല്ലാം മകൾ രാധയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ രാധ മരിച്ചതോടെ അയാൾ നിസ്സംഗനായി. കടപ്പുറത്തെ കസ്റ്റംസ് ഓഫീസിലെ ക്ലർക്കായിട്ടുള്ള ഓമൻജി പറഞ്ഞ പ്രകാരം രാധയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി 1000 രൂപയുമായി വന്ന ജോണിനോട് കൃഷ്ണക്കുറുപ്പ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഉത്സവം കഴിഞ്ഞു, ഇനി എനിക്ക് എന്തൊരു പണം, എൻ്റെ ഓമന മകളുടെ ശവം വിറ്റ പണം. കോഴിക്കോട് എന്ന ജന്മനഗരത്തിൻ്റെ പഴയ രൂപമായ ഒരു തെരുവിൻ്റെ കഥ പറയുന്നതിലൂടെ നോവലിസ്റ്റ് കോരിയിടുന്നത് 1940കളിലെ അവിടുത്തെ ജീവിത ചിത്രങ്ങളാണ്. കാലദേശങ്ങൾക്ക് അതീതമായ മനുഷ്യാനുഭവമായി അത് പരിണമിക്കുന്നത് കഥാഖ്യാനത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. നോവലിലെ മനുഷ്യാനുഭവങ്ങൾ ഒരു കോഴിക്കോടൻ തെരുവിൽ നിന്ന് പ്രപഞ്ചത്തോളം വളരുകയും അനന്തവൈചിത്രങ്ങളായിട്ടുള്ള പ്രപഞ്ച അനുഭവങ്ങൾ ഒരു കോഴിക്കോടൻ തെരുവിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന വിസ്മയ കാഴ്ചയാണ് ഈ നോവലിനുള്ളത്. ഈ 2 കാഴ്ചകളെയും ഒന്നിപ്പിക്കുന്ന ഫിക്ഷന്റെ മാന്ത്രിക സാന്നിധ്യമാണ് ഒരു തെരുവിൻ്റെ കഥയെ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാക്കി തീർക്കുന്നത്. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ കൃതിക്കായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചുമായിരുന്നു എസ്.കെയുടെ ചെറുപ്പകാലം കടന്നുപോയത്. ആദ്യകാലത്ത് കോൺഗ്രസ് ആശയങ്ങളും പിന്നീട് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എസ്.കെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് 1957 തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതോടെയാണ്. 3 സ്ഥാനാർത്ഥികളാണ് അന്ന് മത്സര രംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജിനചന്ദ്രൻ, മുസ്ലിം ലീഗ് പിന്തുണയുള്ള PSP സ്ഥാനാർത്ഥി പത്മപ്രഭ കൗണ്ടർ, കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എസ്.കെ പൊറ്റക്കാട്ട്. എസ്.കെ പൊറ്റക്കാട്ടിന് വോട്ട് ചെയ്യുവിൻ എന്നെഴുതിയ ചുമരുകൾക്ക് താഴെ തന്നെ സർവതന്ത്ര കുതന്ത്ര സ്വതന്ത്രനെ തോൽപ്പിക്കുക എന്ന എതിർ മുദ്രാവാക്യങ്ങളും അന്ന് സ്ഥാനം പിടിച്ചിരുന്നു എന്നതാണ് രസകരമായൊരു കാര്യം. എസ്.കെ ഒരു പഴയ കാറ് വാടകയ്ക്കെടുത്ത് ഭരതൻ എന്ന ഡ്രൈവറെയും കൂട്ടി കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടു. തീരെ കണ്ടീഷൻ അല്ലാത്ത ഒരു കാറായിരുന്നു അത്. യാത്രയിൽ ഇടയ്ക്കിടെ അതിൽ നിന്ന് പൊട്ടലും ചുറ്റലുമൊക്കെ വന്നുകൊണ്ടേയിരുന്നു. വടകര കഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു പള്ളിക്ക് മുന്നിൽ വെച്ച് കാറ് നിന്നുപോയി. വിജനമായ സ്ഥലമാണ്. അപ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. വണ്ടി ഒന്ന് തള്ളിക്കൊടുക്കാൻ പോലും ആരെയും ലഭിക്കാൻ ഇടയില്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും കാറിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. രാത്രി 1 മണിയായപ്പോഴേക്കും PSP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലർ പ്രചരണത്തിൻ്റെ ഭാഗമായി ചുമരെഴുതാനും മറ്റുമായി ആ പ്രദേശത്ത് വന്നു. വിജനമായ സ്ഥലത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് ചെന്നു. കാറിനകത്തിരുന്ന ആളെ അവർ പെട്ടെന്ന് മനസ്സിലാക്കി. കാര്യം അറിഞ്ഞതോടെ അവരെല്ലാവരും കൂടി കാർ കുറേ ദൂരം തള്ളിക്കൊടുക്കാം എന്നേറ്റു. ഇങ്ങനെ തള്ളുന്നതിനിടയിലും അവരിടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, പൊറ്റക്കാട്ട് സിന്ദാബാദ്, ഓരോ വോട്ടും PSPക്ക്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നതുകൊണ്ട് ആനയായിരുന്നു എസ്.കെ പ്രതീക്ഷിച്ച ചിഹ്നം. പക്ഷെ കിട്ടിയത് പൂവൻകോഴിയായിരുന്നു. അന്നൊക്കെ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടി വെച്ചിരിക്കും. അതിനുമേലെ അവരുടെ ചിഹ്നവും ഒട്ടിക്കും. വോട്ട് ചെയ്യുന്നവർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പതിപ്പിച്ച പെട്ടിയിൽ വോട്ടിടാം. അതായിരുന്നു രീതി. സുപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് അതാദ്യമായിട്ടായിരുന്നു. വയലാർ രാമവർമ്മ, MT വാസുദേവൻ നായർ തുടങ്ങിയവരൊക്കെയും അന്ന് എസ്.കെക്ക് വേണ്ടി പല യോഗങ്ങളിലും പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഒറ്റക്കാട്ടിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാഹിത്യകാരന്മാരുടെ ഒരു നീണ്ട പ്രസ്താവന മാതൃഭൂമി ദിനപത്രത്തിൽ അന്ന് പരസ്യം ചെയ്തിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ എസ്.കെ 1000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വയനാട്ടിലെ അന്നത്തെ പ്രമാണിയുമായിരുന്ന ജിനചന്ദ്രനാണ് അവിടുന്ന് ജയിച്ചു കയറിയത്. ജിനചന്ദ്രൻ്റെ സഹോദരനായിരുന്നു മറ്റൊരു എതിർ സ്ഥാനാർത്ഥിയായി PSPക്ക് വേണ്ടി മത്സരിച്ച പത്മപ്രഭ ഗൗണ്ടർ എന്നതും കൗതുകകരമാണ്. അവർ ആജന്മ ശത്രുക്കളായിരുന്നത്രേ. 1962 അദ്ദേഹം ഇതേ മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി പാർലമെന്റിലേക്ക് മത്സരിച്ചു. സുഹൃത്തും അറിയപ്പെടുന്ന പ്രഭാഷകനുമായിരുന്ന സുകുമാർ അഴീക്കോടായിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. അദ്ദേഹത്തിന് PSPയുടെയും പിന്തുണയുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയുള്ള എതിർ സ്ഥാനാർത്ഥിയായിരുന്നു എസ്.കെ. ആ തെരഞ്ഞെടുപ്പിൽ 66,000 വോട്ടുകൾക്ക് എസ്.കെ ജയിച്ചു കയറി. 1962 ഏപ്രിൽ 16 അദ്ദേഹം ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. 1962 മുതൽ 67 വരെയുള്ള 3ാം ലോക്സഭയുടെ കാലം പല കാരണങ്ങൾ കൊണ്ടും പ്രധാനമായിരുന്നു. ചൈനീസ് ആക്രമണവും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവുമൊക്കെ ഉണ്ടാകുന്നത് ഇക്കാലത്താണ്.
ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ 4 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നതും ഈ 3ാം ലോക്സഭയുടെ കാലത്താണ്. 1962 മുതൽക്ക് 64 മെയ് 27 മരിക്കുന്നതുവരെയും ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. 2 പ്രധാനമന്ത്രിമാരുടെ മരണത്തിനും 4 പേരുടെ സത്യപ്രതിജ്ഞയ്ക്കും സാക്ഷ്യം വഹിച്ച ലോക്സഭയിലായിരുന്നു ആദ്യമായും അവസാനമായും SK മെമ്പറായിരുന്നത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹം മത്സരിച്ചില്ല. പാർലമെന്ററി മെമ്പർ എന്ന നിലയ്ക്ക് SKക്ക് പല ചുമതലകളും നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായത് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രദേശത്തെ പാർലമെന്റ് അംഗങ്ങൾ സാധാരണ ജില്ലാ സെൻട്രൽ ജയിലുകളിൽ ഉപദേശക സമിതി അംഗങ്ങളായിരിക്കും. 1966 ഡിസംബർ മാസത്തിൽ ബോർഡ് അംഗമെന്ന നിലയിൽ അദ്ദേഹം സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നു. ജയിൽ പുള്ളികൾക്ക് വല്ല പരാതിയും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുക, ജയിൽ തൊഴിൽശാലകളിലെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, അടുക്കളയിൽ കടന്ന് അവിടെ ഒരുക്കി വെച്ച ടൈം പീസിൻ്റെ വലുപ്പത്തിലുള്ള ചോറ്റുകട്ടയുടെ തൂക്കവും ചീരക്കൂട്ടാൻ്റെ സ്വാദുമൊക്കെ പരിശോധിക്കുക, ആശുപത്രിയിലെ സേവനങ്ങളും ആവശ്യങ്ങളും ശരിക്കും നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. ഇതൊക്കെ ആയിരുന്നു ഈ സന്ദർശനത്തിലെ പ്രധാന ചടങ്ങുകൾ. അങ്ങനെ അടുക്കളയും തൊഴിൽശാലയും ആശുപത്രിയുമൊക്കെ സന്ദർശിച്ച് തൂക്കിക്കൊല്ലം വിധിച്ചിരുന്നവരെ പാർപ്പിച്ചിരുന്ന കണ്ടം സെല്ലിൻ്റെ അടുത്ത് SK എത്തിച്ചേരുന്നു. ജയിൽ വളപ്പിൻ്റെ ഒരു മൂലയിൽ നാട്ടിയ തൂക്കുമരത്തിന് അഭിമുഖമായി ഒരൽപ്പം ദൂരെയായിട്ടുള്ള പൂങ്കാവനങ്ങളോട് കൂടിയ ചതുര അങ്കണത്തിൻ്റെ 3 വശങ്ങളിലായിട്ടായിരുന്നു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരുടെ കണ്ടം സെല്ലുകൾ. 16 അടി നീളവും 8 അടി വീതിയുമുള്ള അറകളാണ് ഓരോന്നും. ഈ അറകൾക്ക് പലകവാതിലുകളല്ല, മുൻഭാഗം മുഴുവനും കനത്ത ഇരുമ്പഴികളാണ്. അകത്തുള്ള കൊലപ്പുള്ളിയുടെ ഓരോ ചലനവും ആ ഇരുമ്പഴികളിലൂടെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയും. തടവുപുള്ളിയുടെ പേര്, ചെയ്ത പാതകം, വിധിക്കപ്പെട്ട ശിക്ഷ, ദയാഹർജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതിഗതികൾ തുടങ്ങിയ വിവരങ്ങൾ ഇത് രേഖപ്പെടുത്തിയൊരു കാർഡ് അവയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവരുടെ ഇരുമ്പഴികളിൽ ഒന്നിൻ്റെ ഉള്ളിലേക്ക് നോക്കിയ SKയുടെ മുഖത്തേക്ക് തിരിച്ച് ഒരാൾ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നു. ആദ്യമൊന്ന് അമ്പരപ്പെട്ടുവെങ്കിലും അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ SK മോചിതനായി. ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളെ പിടികിട്ടി. മുഹമ്മദ് സ്രാങ്ക്. ചീട്ടുകളിൽ ഏറെ കമ്പമുണ്ടായിരുന്ന SKയുടെ പഴയൊരു ചീട്ടുകളി കൂട്ടുകാരനാണ് കക്ഷി. SKയുടെ ചിരകാല സുഹൃത്തായിരുന്ന മുല്ലവീട്ടിൽ അബ്ദുറഹ്മാനെയും അയാളുടെ മറ്റൊരു സുഹൃത്ത് ബപ്പൻ കോയെയും കുത്തിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് തൂക്കുകയർ കാത്തു കിടക്കുകയാണ് സ്രാങ്ക്. സ്രാങ്കിനെ ആ ഇരുമ്പഴികൾക്കുള്ളിൽ എത്തിച്ച സംഭവം ഇങ്ങനെയാണ്. 1965 ഒക്ടോബർ മാസത്തിലെ ഒരു ദിവസം, സമയം രാത്രി ഒരു 7-7:30 മണിയായിട്ടുണ്ടാവും. കോഴിക്കോട് നഗരത്തിലുള്ള വീറ്റ് ഹൗസിൽ കുറച്ചു പേർക്കൊപ്പം ചീട്ട് കളിക്കുകയായിരുന്നു സ്രാങ്ക്. കാശ് വെച്ചുള്ള ആ കളിയിൽ അയാൾക്കന്ന് വലിയ നഷ്ടമായിരുന്നു. കീശയിൽ ഒരു ഉറുപ്പിക പോലും ബാക്കിയില്ല. എല്ലാം ചീട്ടുകളിക്കളത്തിൽ ഇറക്കി നഷ്ടപ്പെട്ടു. പോക്കറ്റ് കാലിയായതോടെ അയാൾ കൂട്ടുകാരോട് പൈസ കടം ചോദിച്ചു. പക്ഷെ ആരും അയാൾക്ക് പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ മനോവിഷമത്തിൽ നിൽക്കുന്ന സ്രാങ്കിന് കളിക്കാൻ കയ്യിൽ പൈസയില്ലെങ്കിൽ എഴുന്നേറ്റ് പോടാ എന്ന് അബ്ദുറഹ്മാൻ ആക്ഷേപിച്ചു. അയാൾക്കായിരുന്നു അന്നേ ദിവസം ഏറ്റവും അധികം പണം ലഭിച്ചത്. സ്രാങ്ക് അന്നേരം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. അബ്ദുറഹ്മാനെ ഒന്ന് തുറിച്ചു നോക്കി, ഒന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. 9:30 മണിയോടെ അന്നത്തെ കളി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഒരുങ്ങിയവർ കാണുന്നത് ചോരയൂറ്റാൻ പാകത്തിനൊരു കഠാരി വായുവിൽ ചെരിഞ്ഞു താണു വരുന്നതും കൊല്ലലെ സാങ്കെ എന്നുള്ള അബ്ദുറഹ്മാന്റെ ദയനീയമായിട്ടുള്ള അപേക്ഷയുമാണ്. റഹ്മാനെ വകവരുത്തിയ കഠാര പിന്നെ ചെന്നത് ബപ്പൻ കോയുടെ നേരെയായിരുന്നു. അയാൾ ഉടനെ തന്നെ അവിടെ പിടഞ്ഞു വീണു മരിച്ചു. സമീപത്തുണ്ടായിരുന്ന സഖാവ് ബി സ്രാങ്കിന്റെ അടുത്ത ലക്ഷ്യം മണത്തറിഞ്ഞ് ഓടി അടുത്തുള്ളൊരു മുറിയിൽ കയറി വാതിലടച്ച് തഴുതിട്ടുകൊണ്ട് മാത്രം അയാൾക്ക് സ്വന്തം തടി രക്ഷിക്കാനായി. ഇങ്ങനെ 2 പേരെ നിമിഷനേരം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ കൊലപ്പുള്ളിയും കോഴിക്കോട്ടെ ക്രിമിനൽ പുള്ളികളുടെ ഉസ്താദുമായിരുന്ന മുഹമ്മദ് സ്രാങ്കാണ് SKയുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. തൻ്റെ ഉള്ളിലെ വികാരങ്ങളെ മാറ്റി നിർത്തി SK സ്രാങ്കിനോട് ചോദിച്ചു, എന്താ സ്രാങ്കെ, എങ്ങനെയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? മുഖത്തെ പുഞ്ചിരി ഒട്ടും മായാതെ ചെറിയൊരു ആംഗ്യത്തോടെ സ്രാങ്ക് ശാന്തനായി പറഞ്ഞു, ഒന്നും ആവശ്യമില്ല സാർ, ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സുഖം തന്നെ. പരലോകത്തേക്കുള്ള എൻ്റെ ട്രാൻസ്ഫർ ശരിപ്പെട്ടു സാർ എന്ന് അറിയിക്കുന്ന സംതൃപ്ത ഭാവത്തിലായിരുന്നു സ്രാങ്കിൻ്റെ മറുപടി എന്നാണ് SK ഇതേപ്പറ്റി പിന്നീട് എഴുതിയത്. 2 പേരെയും കുത്തിക്കൊന്നതിൽ അയാൾക്ക് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. 1967 ഓഗസ്റ്റ് 14-ാം തീയതി സ്രാങ്കിനെ തൂക്കിക്കൊന്നു. അത്ഭുതകരമായ ശാന്തിയോടെയും പ്രാർത്ഥനയോടെയും തൂക്കുമരത്തിനേറെ സ്രാങ്ക് അന്ന് ജയിലധികൃതർക്ക് കൂടി ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് SK തൂക്കുമരം എന്ന കവിത എഴുതുന്നത്. 1967 വരെ പാർലമെന്റ് അംഗമായി SK ഡൽഹിയിലായിരുന്നു. ഇക്കാലത്താണ് ഹിമാലയൻ യാത്ര നടത്തിയത്. പാർലമെന്റ് കാലാവധി കഴിഞ്ഞ ശേഷം SK കോഴിക്കോട്ട് താമസമാക്കി. 1977 അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗമായി. 1980 ഭാര്യ ജയവല്ലിയുടെ മരണം അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. 1981 നവംബർ 28 ദില്ലിയിൽ വെച്ച് നടന്ന ജ്ഞാനപീഠ പുരസ്കാര ചടങ്ങിൽ വെച്ച് അന്നത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയിൽ നിന്ന് ഇന്ത്യയിലെ ഭാഷാ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങി. 1982 മാർച്ചിൽ കാലിക്കറ്റ് സർവകലാശാല SKക്ക് D.Litum സമ്മാനിച്ചു. ആ വർഷം ഏപ്രിലിൽ പ്രമേഹബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റായി എങ്കിലും അദ്ദേഹം സുഖമായി തിരിച്ചു വന്നു.
1982 ജൂലൈ 30 തളർന്നു വീണതിനാൽ പുതിയറ ഹാർട്ട് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. 1982 ഓഗസ്റ്റ് 6 രാത്രി SK അന്ത്യശ്വാസം വലിച്ചു. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കാൻ SKയുടെ മൃതദേഹവും വഹിച്ച് ചന്ദ്രകാന്തത്തിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്രയിൽ കോഴിക്കോട് നഗരം അന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തിരുന്നു. ജീവിതത്തിൻ്റെ പല തുറകളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അന്ന് അദ്ദേഹത്തിനു വേണ്ടി കണ്ണീർ വാർത്തു. മലയാള സാഹിത്യ ലോകത്തിനും വായനക്കാർക്കും അനന്യമായ ധാരാളം രചനകൾ സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് SK പൊറ്റക്കാട്ട്. നമുക്ക് തികച്ചും അപരിചിതങ്ങളായിരുന്ന പല ദേശങ്ങളെയും പറ്റി, നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയിരുന്ന പല അസത്യങ്ങളെയും ആ നാടുകളിൽ ചെന്ന് അവയൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്ന് SK ബോധ്യപ്പെടുത്തി തന്നു. അധികാരം പങ്കുവെക്കുന്നതിനും ചൂഷണങ്ങൾക്കും വേണ്ടി വെട്ടിമുറിക്കപ്പെട്ട ദേശങ്ങളിലെല്ലാം ഉള്ളത് ചോരയും നീരുമുള്ള മനുഷ്യർ തന്നെയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ആ ദേശങ്ങളിലെ ജീവിത സംസ്കാരങ്ങളെ സ്വന്തം ഭാഷയുമായി കൂട്ടിക്കെട്ടി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത് അതിർത്തികളുടെ ഭേദമില്ലാത്ത സാർവലൗകിക യാഥാർത്ഥ്യങ്ങളായിരുന്നു. നാട്ടുവരമ്പുകൾ മുതൽ മഹാസമുദ്രങ്ങൾ വരെ SKയുടെ സഞ്ചാരപഥത്തിൽ ഉൾച്ചേർന്നു നിന്നു. ഒരു പ്രദേശത്തിൻ്റെ ഭാഷാപരവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് അറിയുകയും നമ്മൾ അതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരെക്കാൾ ഉയർന്നത് അല്ലെങ്കിൽ താഴ്ന്നത് എന്നുള്ള ചിന്തകൾ പ്രസക്തമല്ല എന്ന് തിരിച്ചറിയുകയും അതിരുകൾ തന്നെ എപ്പോഴും മാറ്റിവരയ്ക്കപ്പെടുന്നതാണ് എന്ന് അറിയുകയും ചെയ്യുന്ന ഒരു മനോനിലയാണ് ഒരു വിശ്വപൗരനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ അറിഞ്ഞ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ 4 അതിരുകൾക്കപ്പുറത്ത് വിശാലമായ ഭൂപ്രദേശങ്ങൾ ധാരാളം ഉണ്ട് എന്നും അവിടങ്ങളിലെല്ലാം മനുഷ്യജീവിതങ്ങൾ അടിസ്ഥാനപരമായി ഒന്നാണ് എന്നും നമ്മളെ അറിയിച്ച മലയാളത്തിലെ ആദ്യത്തെ വിശ്വപൗരൻ പൊറ്റക്കാടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.